ഇവിടെ എല്ലാവർക്കും നമസ്കാരം. നമ്മളന്ന് 2026, 25, 24 കാലഘട്ടത്തിൽ PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാണുള്ളത്? ഒന്ന് ഗ്ലൂക്കോസ്, 2 ഗ്ലിസറോള്, 3 അമിനോ ആസിഡ്, 4 ഫാറ്റി ആസിഡ്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് ഏതാ വരിക? ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് അമിനോ ആസിഡ് ആണ്. ആരാണ്? അമിനോ ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നോക്കി ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ദഹനം? ദഹനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഓക്കെ, എന്താണ് ദഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവത്രേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഓരോ തരം ആഹാരങ്ങളിൽ ഓരോ തരം പോഷകഘടകങ്ങളായിരിക്കും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ആ പോഷകഘടകങ്ങളെന്ന് പറയുന്നത് വലിയ വലിയ ജൈവതന്മാത്രകളായിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ വലിയ വലിയ ജൈവതന്മാത്രകളെ ശരീരത്തിന് ഒരിക്കലും അതേ രൂപത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ശരീരം എന്ത് ചെയ്യും? ആ പോഷക ഘടകങ്ങളെ ശരീരത്തിന് വലിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കുഞ്ഞു 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 ജൈവതന്മാത്രകളാക്കി മാറ്റും. കണ്ടോ? ഇത്തരത്തിൽ നമ്മൾ കഴിച്ച ആഹാരത്തിലെ വലിയ വലിയ പോഷകഘടകങ്ങളെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ജൈവതന്മാത്രകളാക്കി മാറ്റുന്ന ഈ പ്രക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ദഹനം എന്ന് വിളിക്കാം. ഓക്കെ, വലിയ ജൈവതന്മാത്രകൾ എന്തായിട്ട് മാറുന്നു? കുഞ്ഞു കുഞ്ഞു ജീവതന്മാത്രകളായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ, നമ്മൾ കഴിക്കുന്ന ഓരോ തരം ആഹാരത്തിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ള നമുക്കത് പരിശോധിക്കാം. ആദ്യത്തേത് ധാന്യങ്ങളും കിഴങ്ങുകളുമാണ്. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് അരി, ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങളെയാണ്. ഓക്കെ, ഇനി കിഴങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ കിഴങ്ങുകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള ധാന്യങ്ങളിലും കിഴങ്ങുകളിലും അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ധാന്യകം അല്ലെങ്കിൽ അന്നജം. കേട്ടോ, ശരിക്കും ധാന്യകത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് വിഭാഗമാണ് ഈ അന്നജം എന്ന് പറയുന്നത്. പക്ഷേ PSC ഇതിനെ കൺസിഡർ ചെയ്യുന്ന രണ്ടുപേരും ഒന്നായിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് അത് മനസ്സിലുണ്ടായിരുന്നാൽ മതി. അപ്പോൾ ഈ ധാന്യകം അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്ന ഈ വലിയ ജൈവതന്മാത്രയ്ക്ക് ദഹനം സംഭവിച്ചുണ്ടാകുന്ന അവയുടെ ഏറ്റവും ചെറിയ കുഞ്ഞു കുഞ്ഞു ജൈവതന്മാത്രയാണ് എന്താ? ഗ്ലൂക്കോസ്. എന്താണ്? ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി ഈ ഗ്ലൂക്കോസ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ഗുണം എന്താണ്? നോക്കിയടാ, ഊർജോൽപാദനത്തിന് ആവശ്യമായ പോഷകഘടകമാണ് ഏതാ? ഗ്ലൂക്കോസ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ രണ്ടാമത്തെ പോഷക ഘടകമാണ് നമുക്ക് ആഹാരം നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ആഹാരങ്ങളാണ് ഏതൊക്കെ? ഇറച്ചി, മുട്ട, പയറുവർഗ്ഗങ്ങൾ, പാല്, മത്സ്യം എന്നിവ. ഓക്കെ, ഇതിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന പോഷകഘടകം ഏതാണ്? അത് പ്രോട്ടീനുകളാണ്. അല്ലെ, ഏതാണ്? പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. ഓക്കെ, ഇനി പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം തികച്ചുണ്ടാകുന്ന അവയുടെ ഏറ്റവും ചെറിയ കുഞ്ഞു കുഞ്ഞു ജൈവതന്മാത്രകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് അമിനോ ആസിഡുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? അമിനോ ആസിഡുകൾ എന്ന് വിളിക്കാം. ഇനി അമിനോ ആസിഡുകൾ കൊണ്ട് ശരീരത്തിനുള്ള ഗുണം എന്താണ്? നോക്കി, ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്നു. ശരീര നിർമ്മിതിക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളുടെ നിർമ്മാണത്തിന് നമുക്ക് ഈ പ്രോട്ടീൻ ആവശ്യമാണ്. കോശങ്ങളുടെ, മുടിയുടെ, നഖത്തിൻ്റെ, അങ്ങനെ തുടങ്ങി ശരീരത്തിലെ ഒട്ടുമിക്ക ഘടകങ്ങളുടെ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. കേട്ടോ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ശരീര വളർച്ചയ്ക്ക് തന്നെ സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആര്? പ്രോട്ടീൻ. അല്ലേ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്നു. കേട്ടോ, ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്നു. അതായത് നിങ്ങൾ ആഹാരത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ഗ്ലൂക്കോസ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിലുള്ള പേശികളിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച്, അഥവാ പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളെ വിഘടിപ്പിച്ച് അതിനെ എന്താക്കി മാറ്റും? അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കേട്ടോ, അങ്ങനെ ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ എന്താണ് ഈ പറയുന്ന ഗ്ലൂക്കോസ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? പ്രോട്ടീനുകളെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക കൂടി ചെയ്യും എന്നുള്ളതാണ്. കേട്ടോ, യെസ്.
ഇനി മൂന്നാമത്തെ തരം ഭക്ഷ്യ വിഭാഗങ്ങളാണ് ഏതൊക്കെയാണ്? പലതരം സസ്യ ജന്തു എണ്ണകൾ അല്ലേ. സസ്യ എണ്ണകൾ എന്ന് പറയുമ്പം വെളിച്ചെണ്ണ, പാം ഓയിൽ, തവിടെണ്ണ, നിലക്കടല എണ്ണ തുടങ്ങിയ സാധനങ്ങളെല്ലാം സസ്യ എണ്ണകളാണ്. ഇനി ജന്തു എണ്ണകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന മീൻ എണ്ണയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ജന്തു എണ്ണകളിലാണ് വരിക കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല ജന്തു എണ്ണകളെ. അപ്പോൾ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം എന്ന് പറയുന്ന ആരാണ്? അത് കൊഴുപ്പാണ്. ആരാണ്? കൊഴുപ്പാണ്. ഇനി ഈ പറയുന്ന ഈ കൊഴുപ്പ് ദഹിച്ചുണ്ടാകുന്ന ഇനി കൊഴുപ്പ് ദഹിച്ചുണ്ടാകുന്ന അവയുടെ ഏറ്റവും ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവതന്മാത്രകളാണ് ഇതൊക്കെ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ആരാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇനി ഇതുകൊണ്ടുള്ള ധർമ്മം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും കൊണ്ട് ശരീരത്തിനുള്ള ഗുണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ആഗിരണത്തിന് കണ്ടാവും. ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ചെറുകുടലിലേക്ക് എത്തി നിൽക്കുന്ന ദഹനം പൂർത്തിയായ ആഹാരത്തിൽ ഈ വിറ്റാമിനുകൾ ഉണ്ടെങ്കിൽ, ഈ കൊഴുപ്പിൽ ലയിക്കുന്ന കൊഴുപ്പ് പോലെയുള്ള ഈ വിറ്റാമിനുകൾ ഉണ്ടെങ്കിൽ, ഇവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ ശരീരത്തിന് ആവശ്യമായ അളവിൽ എന്ത് വേണം? ഈ പറയുന്ന കൊഴുപ്പ് വേണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസിന്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന്. കണ്ടോ? അതായത് ശരീരത്തിൽ ആവശ്യമായ അളവിൽ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ എന്താണ്? പ്രോട്ടീനുകളെ ഗ്ലൂക്കോസ് ആക്കി ശരീരം മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അതുപോലെ എന്ത് ചെയ്യും? ഈ പറയുന്ന കൊഴുപ്പിനെയും ശരീരം എന്താക്കി മാറ്റും? കൊഴുപ്പിനെയും ശരീരം എന്താക്കി മാറ്റും? ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രോട്ടീനുകളെയും കൊഴുപ്പിനെയും ശരീരം എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയും ഇതിൽ നിന്ന് പല ടൈപ്പ് ചോദ്യങ്ങൾ PSC ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. അപ്പോൾ എനിക്ക് സ്പീഡ് കൂടുതലാണോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. പ്ലീറ, മെനിഞ്ചസ്, സൈനോവിയൽ സ്ഥലം, പെരികാർഡിയം. അപ്പോൾ ഇതിന് ആൻസർ നിങ്ങളിൽ ഏകദേശം 90% ആൾക്കാർക്കും അറിയാമായിരിക്കും. ആൻസർ എന്താണ്? ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലാവരണം. അത് പെരികാർഡിയമാണ്. അപ്പോൾ നമുക്ക് മറ്റു 3 പേരെ കൂടി നമുക്ക് നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് വൺ പ്ലീറ. പ്ലീറ എവിടെ കാണുന്നത്? നമ്മുടെ ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പ്ലീറ. കണ്ട, ഇത് ഒന്നാമത്തെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഒന്നാമത്തെ സ്ഥലം. ഇത് രണ്ടാമത്തെ സ്ഥലം. കണ്ട, ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് നമ്മുടെ ആര് കാണുന്നത്? നമ്മുടെ പ്ലൂറൽ ദ്രവം എന്ന ദ്രവം കാണുന്നുണ്ട്. ഞാൻ ഈ പച്ച നിറത്തിൽ വരച്ചേക്കുന്ന സ്ഥലം. കണ്ട, അപ്പോൾ ഈ പ്ലൂറൽ ദ്രവം എന്ത് ചെയ്യൂടാ? കർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ദ്രവമാണ് കേട്ടോ. ഇനി നമുക്കത് നോക്കി നേരെ മെനിഞ്ചസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മെനിഞ്ചസ്. എന്താണ് മെനിഞ്ചസ്? നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാണപ്പെടുന്ന 3 പാളി സ്ഥലമാണെന്ത്? മെനിഞ്ചസ്. എത്ര പാളിയാണ്? 3 പാളി സ്ഥലമാണ് മെനിഞ്ചസ്. നമുക്ക് മെനിഞ്ചസിലെ പാളികൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കിയാലോ? ഈ ആദ്യത്തെ പാളി കണ്ടോ? ഈ ആദ്യത്തെ പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡ്യൂറാ മാറ്റർ. കണ്ടോ? പേരെന്താണ്? ഡ്യൂറാ മാറ്റർ. ഇനി നോക്കിയടാ, ഈ രണ്ടാമത്തെ പാളിയുടെ പേരാണെന്ത്? അരക്കനോയിഡ്. പേരെന്താണ്? അരക്കനോയിഡ്. കണ്ടോ? നീല കളറിൽ വരച്ചേക്കുന്നതാണ് അരക്കനോയിഡ്. കണ്ടോ? ഇതിൽ ഡ്യൂറാ മാറ്ററും അരക്കനോയിഡും ഇത് രണ്ടും തലയോട്ടിയോട് ചേർന്ന് കാണുന്ന മെനിഞ്ചസിന്റെ പാളികളാണ് ഡ്യൂറാ മാറ്ററും അരക്കനോയിഡും. ഇനി മൂന്നാമത്തെ പാളിയാണ് ഇത്. മൂന്നാമത്തെ പാളിയാണ് പയാ മാറ്റർ. ഉണ്ടാവും. ഇതാണ് ആര്? പയാ മാറ്റർ. പയാ മാറ്റർ. ഇതിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ഈ അരക്കനോയിഡിനും പയാ മാറ്ററിനും ഇടയിലായിട്ടാണ് ഏത് ദ്രാവകം കാണപ്പെടുന്നത്? സെറിബ്രോ സ്പൈനൽ ദ്രാവകം കാണപ്പെടുന്നത് കേട്ടോ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF. കണ്ടോ? ഇതിനിടയിലാണ് ഈ അരക്കനോയിഡിനും പയാ മാറ്ററിനും ഇടയിലായിട്ടാണ് ആര് കാണുന്നത്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്ന ദ്രാവകം കാണപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഇവിടെ നമ്മുടെ ഹൃദയത്തിനെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലമാണ് ഏത്? നമ്മുടെ പെരികാർഡിയം. ഇത് ഒന്നാമത്തെ സ്ഥലം. കണ്ടോ? രണ്ടാമത്തെ സ്ഥലം ഹൃദയത്തോട് ചേർന്നാണ് ഇങ്ങനെ കാണപ്പെടും. കണ്ടോ? ഇതിന് രണ്ടിനും ഇടയിലായിട്ടാണ് ആരുള്ളത്? നമ്മുടെ ഈ പറയുന്ന പെരികാർഡിയൽ ദ്രാവകമുള്ളത്. കണ്ടോ?
അവൻ എന്ത് ചെയ്യുന്നു? കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നുള്ളത് നമുക്കറിയാം. ഇനി മൂന്നാമതായിട്ട് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത് പെരിയോസ്റ്റിയമാണ്. ശരിക്കും ഈ പറയുന്ന പെരിയോസ്റ്റിയം നമ്മുടെ ഓപ്ഷനിലില്ല, പക്ഷേ ഇത് PSC ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് പെരിയോസ്റ്റിയം? നോക്കിയടാ, നമ്മുടെ അസ്ഥിയെ പൊതിഞ്ഞ് കാണുന്ന ആവരണമാണ് ഇത് പെരിയോസ്റ്റിയം. കണ്ടോ? ഓക്കെ, കണ്ടോ? ഇതാണെന്ത്? പെരിയോസ്റ്റിയം. കണ്ടോ? യെസ്, ഇത് ഒറ്റ സ്ഥലമാണ് കേട്ടോ ഈ പെരിയോസ്റ്റിയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഓപ്ഷനിൽ 4ാമതായിട്ട് ഉണ്ടായിരുന്ന വേറൊരാളല്ലേ, എന്താ അയാളുടെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അയാളുടെ പേരെന്ന് പറയുന്നത് ഓക്കെ, സൈനോവിയൽ സ്തരം എന്നായിരുന്നു. എന്താ? സൈനോവിയൽ സ്തരം. ഇവൻ എവിടെ കാണുന്നത് ഈ സൈനോവിയൽ സ്തരം? സൈനോവിയൽ സ്തരം കാണുന്നത് അസ്ഥി സന്ധികളിലാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, എന്താണ് അസ്ഥിസന്ധി? 2ഓ അതിലധികമോ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാടാ? നമുക്ക് അസ്ഥിസന്ധി എന്ന് വിളിക്കാം. ഞാൻ ഇവിടെ 2 അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഭാഗത്തിന് ഞാൻ ഇവിടെ വരച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അസ്ഥിസന്ധിയിലായിട്ട് ഈ അസ്ഥികൾ തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്നതിനായിട്ട് അസ്ഥികൾക്കിടയിലേക്ക് ഒരു ദ്രാവകം ഇങ്ങനെ സ്രവിപ്പിച്ച് കൊടുക്കുന്നതിനായിട്ട് ഇവിടെയായിട്ട് ഒരു സ്തരം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്തരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൈനോവിയൽ സ്തരം കേട്ടോ. സൈനോവിയൽ സ്തരം. അപ്പോൾ അസ്ഥിസന്ധിയിലേക്ക് സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിച്ച് നിറയ്ക്കുന്ന സ്ഥലമാണ് ഏത് സ്ഥലം? സൈനോവിയൽ സ്ഥലം. കണ്ടോ? അവൻ എന്ത് ചെയ്യും? വേണ്ട ഈ സൈനോവിയൽ ദ്രവം എന്ന് പറയുന്ന ഈ ദ്രാവകത്തിനെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്യാവിറ്റിക്കകത്തേക്ക് ഇങ്ങനെ ലയിപ്പിച്ച് നൽകും. കണ്ടോ? അപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലരെങ്കിലുമൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കും, ഈ പറയുന്ന സൈനോവിയൽ സ്ഥലം അങ്ങനെയാണെങ്കിൽ അസ്ഥിസന്ധിയെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം. എങ്കിലത് ശരിയല്ല. അസ്ഥിസന്ധിയെ പൊതിയുന്നത് മറ്റൊരാവരണമാണ്. ആ ഒരു ആവരണത്തിൻ്റെ പേരെന്ന് പറയുന്നത് അത് ക്യാപ്സ്യൂൾ എന്നാണ് കേട്ടോ. എന്താണ് പേര്? ക്യാപ്സ്യൂൾ. ഓക്കെ, യെസ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ചോദ്യത്തിലേക്ക്. യെസ്, നോക്കിയിടാം മക്കളെ. മനുഷ്യൻ്റെ ആദ്യ പാലിൽ മനുഷ്യൻ്റെ എന്താണ് ഈ പറയുന്ന പ്രസവശേഷം ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ അമ്മയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു മഞ്ഞ നിറമുള്ള ഒരു മുലപ്പാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൊളോസ്ട്രം. എന്താ വിളിക്കുക? കൊളോസ്ട്രം. അല്ല, കൊളോസ്ട്രം. ഓക്കെ. അപ്പോൾ ഈ കൊളോസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏത് എന്നുള്ളതാണ്. ഓക്കെ, എടാ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ്റെ മറ്റൊരു വാക്കാണ് ആൻറ്റിബോഡി അല്ലേ? എന്താണ്? ആൻറ്റിബോഡി. ഓക്കെ, ഏതാണ് എൻ്റെ ഉത്തരം? കൊളോസ്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? എടാ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് IgA ആണ് കേട്ടോ. ആരാണ്? IgA ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാലോ ആൻറ്റിബോഡികൾ എത്ര തരമുണ്ടെന്നും അവയുടെ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയാലോ. നോക്കാം മക്കളെ. ആദ്യം തന്നെ എന്താണ് ആൻറ്റിബോഡി? അത് നിങ്ങൾ പറഞ്ഞേ. എന്താ ആൻറ്റിബോഡി? എടാ, കാണാവോ? കാണാൻ പറ്റും ഞാൻ വിചാരിക്കണം. ഓക്കെ, ആദ്യം എന്താണ് ആൻറ്റിബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ, ആൻറ്റിബോഡി എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം എന്താണ് ആൻറ്റിജൻ എന്നറിയണം കേട്ടോ. എന്താണ് ആൻറ്റിജൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി വരുന്ന ഏതൊരു അന്യവസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ആൻറ്റിജൻ എന്ന് വിളിക്കാം. ആൻറ്റിജൻ എന്ന് വിളിക്കാം. അപ്പോൾ അതൊരു എന്താണ്? അത് ഈ പറഞ്ഞ ബാക്ടീരിയ, വൈറസ് പോലെയൊക്കെയുള്ള സൂക്ഷ്മജീവികളാവാം, അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖ്യ തരത്തിലുള്ള വിഷവസ്തുക്കളാകാം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ആൻറ്റിജനുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റിജനുകൾക്കെതിരെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരം അവയ്ക്ക് എതിരെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ നമുക്ക് വിളിക്കാം ആൻറ്റിബോഡികൾ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും 5 തരം ആൻറ്റിബോഡികളാണുള്ളത്. എത്ര തരമാണ്? 5 തരം കേട്ടോ. അപ്പോൾ അവയുടെ പേരുകൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗെയിം ഡി എന്ന് ഓർത്ത് വയ്ക്കാം. ഇതാണ് ഗെയിം ഡി കേട്ടോ. ഗെയിം ഡി, GAME, ഗെയിം ഡി. കേട്ടോ. അതായത് യവന്മാരെ നമ്മൾ എങ്ങനെ വിളിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ IG, നമ്മുടെ ഡിക്ക് ഒരു വാല് വന്നു, വാലങ്ങ് മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ എന്തെന്നാ വിളിക്കുക? നമുക്കതിനെ ഗെയിം ഡി എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതായത് ഈ ഓരോ അക്ഷരങ്ങളും ഓരോരോ ആൻറ്റിബോഡികളാണ്. അതായത് IgG, IgA, IgM, IgE, IgD. കണ്ടോ? അപ്പോൾ എന്നിങ്ങനെ 5 തരം ആൻറ്റിബോഡികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ? നേരെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ
ഫസ്റ്റ് വൺ IgG. നോക്കിയടാ, IgG. ഈ കാണുന്നതാണ് IgGയുടെ ഘടന കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. PSC പുതിയ പുതിയ തലത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ ചിത്രങ്ങളൊക്കെ തന്നിട്ട് എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ Y ആകൃതിയിലുള്ള ആൻറ്റിബോഡിയാണ് ഇത് ഈ പറയുന്ന IgG എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന്, ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കേട്ടോ, ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ആൻറ്റിബോഡിയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന ഏറ്റവും കൂടുതലുള്ള ആൻറ്റിബോഡിയാണ് ഏത് ആൻറ്റിബോഡി? ഈ പറയുന്ന IgG എന്ന് പറയുന്നത്. ഏകദേശം 75% എന്താണ്, എല്ലാ ആൻറ്റിബോഡികളെയും വെച്ച് നോക്കുമ്പോൾ 75% ആരാണുള്ളത്? അത് IgG ആണ്. ഓക്കെ, ഇനി PSCക്ക് വളരെ ഇഷ്ടമുള്ള, അവന്മാർക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള അവന്മാരുടെ പോയിന്റാണ് ഏത്? ഈ പറയുന്ന പ്ലാസൻ്റ കടന്ന് അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് പോകുന്ന ഏക ആൻറ്റിബോഡിയാണ്. അതായത് പ്ലാസൻ്റ ക്രോസ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു ആൻറ്റിബോഡിയാണ് ഏത്? ഈ പറയുന്ന IgG എന്ന് പറയുന്നത്. എടാ ഓർത്ത് വെച്ചോ, PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും ചോദിക്കും കേട്ടോ. യെസ്, അപ്പോൾ ഇതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള ആൻറ്റിബോഡി ഏത് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ആൻറ്റിബോഡിയാണ് ഇത് IgA അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ A. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ണിനീര്, ഉമിനീര്, ശ്ലേഷ്മം. കണ്ടോ ഏതൊക്കെയാണ്? കണ്ണിനീര്, ഉമിനീര്, അതുപോലെ തന്നെ ശ്വാസനാളം, കുടല്, മുലപ്പാല് എന്ന് പറയുമ്പോൾ ആദ്യപാല കൊളസ്ട്രോളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എന്നിവയിൽ എന്ത് ചെയ്യുന്നു? അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതുവരെയും ഈ പറയുന്ന നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് ഈ പറയുന്ന കൊളസ്ട്രോത്തിൽ മാത്രമുള്ളതെന്നായിരിക്കും. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ഈ പറയുന്ന ഈ ലൈസോസോമിനകത്ത്, ലൈസോസോമല്ല, ഈ പറയുന്ന ശ്ലേഷ്മത്തിനകത്ത് കേട്ടോ, ശ്ലേഷ്മത്തിനകത്ത് മിക്കവാറും ആരുണ്ടാവും? ഈ പറയുന്ന IgA എന്ന് പറയുന്ന ആൻറ്റിബോഡി ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണുനീരിലും ഉമിനീരിലും എന്താണ്, ഈ പറയുന്ന ശ്വാസനാളത്തിലും അതുപോലെ തന്നെ കൂടലിലും എല്ലാം നമുക്ക് ഈ പറയുന്ന വഴുവഴുത്ത കൊഴുകൊഴുത്ത ശ്ലേഷ്മം ഉള്ളത് കൊണ്ട് തന്നെ ആ ശ്ലേഷ്മത്തിലൂടെ ഏത് ആൻറ്റിബോഡിയും അവിടെ കാണും? IgA എന്ന് പറയുന്ന ആൻറ്റിബോഡിയും അവിടെ കാണും. ഓക്കെ, ഇനി നോക്കിയടാ, തൊട്ടടുത്ത പോയിന്റായിട്ട് അത് തന്നെ തന്നേക്കുന്നത് ശരീരത്തിലെ എന്താണ് മ്യൂക്കസ് മെംബ്രെയിനുകളിൽ ഇരുന്നു കൊണ്ട് മ്യൂക്കസ് മെംബ്രെയിനുകൾ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് PSC എന്ത് ചെയ്യും? ഇനിയും ചോദിക്കും കേട്ടോ. യെസ്, ഓക്കെ. ദെൻ ഇനി അടുത്ത ആൻറ്റിബോഡി എന്ന് പറയുന്നത് അത് IgM ആണ്. ഓക്കേടാ, എന്താണ് IgMൻ്റെ പ്രത്യേകത? എടാ, അണുബാധയുണ്ടായാൽ ആദ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, കേട്ടോ, അണുബാധയുണ്ടായാൽ ആദ്യം നിർമ്മിക്കപ്പെടുന്ന ആൻറ്റിബോഡി. PSC ചോദിക്കാം കേട്ടോ, ആദ്യം നിർമ്മിക്കപ്പെടുന്ന ആൻറ്റിബോഡി. എന്തോ സ്റ്റാർ ഇടുന്നറിയാം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ചോദിക്കാനുള്ള ഒരു സാധ്യതയില്ലേ, ആ ഒരു സാധ്യതയാണ് ഞാൻ ആക്ച്വലി സ്റ്റാർ ഇട്ട് ഇടുന്നത് കേട്ടോ. യെസ്, അടുത്തതാണ് IgE. എടാ, എന്താണ് IgEയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി, അലർജി പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ അലർജി ഉണ്ടാകുമ്പോൾ ആദ്യം നിർമ്മിക്കപ്പെടുന്ന ആൻറ്റിബോഡിയാണ് ഇത് ഈ പറയുന്ന IgE എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇതും ചോദിക്കും, ഒരു സ്റ്റാർ കിടക്കട്ടെ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് IgD. ഓക്കെ, അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ D കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള വാക്ക് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. യെസ്, ഇനി എന്താണ് ഇവൻ്റെ ധർമ്മം? എന്താടാ? ഇവൻ B ലിംഫോസൈറ്റുകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നുണ്ടോ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട നല്ലൊരു പോയിന്റാണ്. B ലിംഫോസൈറ്റുകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന എന്താണ് ആൻറ്റിബോഡിയാണ് ഈ പറയുന്ന IgD എന്ന് പറയുന്നത്. ഇവ എന്തിനു സഹായിക്കുന്നു? ബീറ്റ കോശങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ സഹായിക്കുന്നു. കണ്ടോ? യെസ്, അപ്പോൾ 5 ആൻറ്റിബോഡിയും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. PSC ഇടവിട്ട് പരീക്ഷകൾ ചോദിക്കുന്നുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, നോക്കിയടാ, അടുത്ത ചോദ്യം ഇതാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏത് എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ, ഏതൊക്കെയാണ് ഓപ്ഷൻസ് ആരൊക്കെ ഉള്ളത്? ഒന്ന്, സോഡിയം ഉണ്ട്, ഇരുമ്പുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, അയഡിൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ആൻസർ ഏതാ? വേഗം പറഞ്ഞു. ആൻസർ ഏതാ? നിങ്ങൾക്കറിയാം ആൻസർ ആരാണ്? അത് ഇരുമ്പാണ് അല്ലേ? ആരാണ്? അത് ഇരുമ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. നോക്കിയടാ, ആദ്യം തന്നെ എന്താണ് ഹീമോഗ്ലോബിൻ? ആരാ ഹീമോഗ്ലോബിൻ? ഓക്കെ, നമ്മുടെ രക്തത്തിലുള്ള ഒരു രക്തകോശമാണ് ഇത് RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന എറിത്രോസൈറ്റുകൾ അല്ലേ. അപ്പോൾ ഡിസ്കിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് ആര്? ഈ അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBC എന്ന് പറയുന്നത്. RBC എടാ, ഈ RBCയുടെ സർഫസിലായിട്ട് കാണപ്പെടുന്ന
RBCക്ക് ചുവന്ന നിറം നൽകുന്ന ഈ പറയുന്ന വർണ്ണവസ്തുവാണ് ഇത് ഹീമോഗ്ലോബിൻ. വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇനി എന്താണ് ഹീമോഗ്ലോബിൻ്റെ ധർമ്മം? യവനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓക്സിജൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനം നടത്തുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ അല്ലേ? അതായത് ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജനെ ചുവന്ന് എവിടെ കൊണ്ട് ചെല്ലും? കോശങ്ങൾ കൊണ്ട് കൊടുക്കും. തിരിച്ച് കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ചുവന്ന് എവിടെ കൊണ്ട് കൊടുക്കും? ഈ പറയുന്ന ശ്വാസകോശങ്ങളിലേക്ക് മറ്റു കൊണ്ട് കൊടുക്കും. കണ്ടോ? ഇങ്ങനെ ഈ വാതക വിനിമയമാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. മനസ്സിലായോ? ഇനി ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കണ്ടോ? ഹീമോഗ്ലോബിൻ്റെ ഘടന ഞാൻ ഇവിടെയായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിടാം. 4 വ്യത്യസ്തങ്ങളായ പ്രോട്ടീൻ ഇഴകൾ. നോക്കി കണ്ടോ? ഇതൊരു ഇഴ. കണ്ടോ? ഇതൊരു ഇഴ. ഞാൻ ബ്ലാക്കിലൊന്ന് വരച്ച് കാണിക്കുക കേട്ടോ, അല്ലെങ്കിൽ ബ്ലൂവിലാണ് വരച്ച് കാണിക്കുക. നോക്കിയിടാം. 4 വ്യത്യസ്തങ്ങളായ പ്രോട്ടീൻ ഇഴ. 1 കണ്ടോ, 2, 3, 4. കണ്ടോ? ഈ 4 വ്യത്യസ്തങ്ങളായ പ്രോട്ടീൻ ഇഴകളും ആ ഇഴകൾക്കകത്തായിട്ട് ഇരുമ്പടങ്ങിയ ഹീം എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ട്. കണ്ടോ? ഇതാണ്ടിരിക്കുന്ന കണ്ടോ ഹീം? കണ്ടോ? ഈ സാധനത്തിൻ്റെ പേരാണെന്ത്? ഹീം. കണ്ടോ? ഈ ഹീമിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരാളെ കണ്ടോ? നോക്കി. ഹീമിൻ്റെ മധ്യഭാഗത്തായിട്ട് ആരായിരിക്കുന്നത്? കണ്ടോ? ആരാത്? അതാണ് ഇരുമ്പ്. ഓക്കെ. അപ്പോൾ ഹീം നിർമ്മിക്കപ്പെടണമെങ്കിൽ, അതിലൂടെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടണമെങ്കിൽ അതിനൊക്കെ ആര് വേണം? ഇരുമ്പ് വേണം. കണ്ടോ? ഇരുമ്പ് ആവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഹീമോഗ്ലോബിൻ്റെ ഘടന. ഓക്കെ. 4 വ്യത്യസ്തങ്ങളായ പ്രോട്ടീൻ ഇഴകളും അതിനുള്ളിലായിട്ട് ഇരുമ്പടങ്ങിയ ഹീം എന്ന് പറയുന്ന ഇരുമ്പടങ്ങിയ ഹീം എന്ന് പറയുന്ന പദാർത്ഥം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര. ഇനി ഇതിൽ നിന്ന് PSC ചോദിക്കാവുന്ന മറ്റു ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ മക്കളെ, ഇതിൽ ഈ ഹീമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ലയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓക്സിജന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനമാണ് ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഈ ഹീമിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ലയിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യൂടാ? ഇത് നോക്കി. ഈ ഹീമിലേക്ക് എന്ത് ചെയ്യും? ഓരോ ഓക്സിജനിലേക്കും. ഈ ഹീമിലേക്ക് എന്ത് ചെയ്യും? ഓരോ ഓക്സിജനിലേക്കും. ഈ ഹീമിലേക്ക് എന്ത് ചെയ്യുന്നു? ഓരോ ഓക്സിജനിലേക്കുന്നു. ഈ ഹീമിലേക്ക് എന്ത് ചെയ്യുന്നു? ഓരോ ഓക്സിജനിലേക്കുന്നു. കണ്ടോ? അങ്ങനെ ഒരു ഹീമോഗ്ലോബിനിലുള്ള 4 ഹീമിലേക്കും 4 ഓക്സിജൻ തന്മാത്രകൾ എന്ത് ചെയ്യും? അന്ന് ലയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് PSC നിങ്ങളോട് കൃത്യമായിട്ട് ചോദിക്കും. PSC ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾ പറഞ്ഞുകൊള്ളണം. എത്രയാണത്? 4 ഓക്സിജൻ തന്മാത്രകളാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞുകൊള്ളണം. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനമാണ് എന്ത്? ഹീമോഗ്ലോബിൻ്റെ ധർമ്മം. അങ്ങനെയാണെങ്കിൽ ഈ ഹീമോഗ്ലോബിനിലേക്ക് ഓക്സിജൻ ലയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സംയുക്തമാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്താണ് പേര്? ഓക്സി ഹീമോഗ്ലോബിൻ. കേട്ടോ? ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, മറന്നേ പോരുത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണ് ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. കേട്ടോ? നേരത്തെ വായിച്ച ആ ഒരു ഫ്ലോയിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് വായിക്കരുത്. ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തെറ്റിക്കും എന്നുള്ളതൊന്നും തന്നെ കൃത്യമായിട്ട് PSC അതിൻ്റെ ഓപ്ഷനിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ് എന്ത്? ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നാൽ ഉണ്ടാക്കുന്ന സാധനം. ഓക്കെ, ഇനി അടുത്തത് മക്കളെ, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? തീപിടുത്തം ഉണ്ടായ ഏതെങ്കിലുമൊക്കെ മുറിയിലൊക്കെ പെടാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായിട്ട് അന്തരീക്ഷം മലിനീകരിക്കപ്പെട്ട ഒരു വായുവിലാണ് നമ്മളെങ്കിലൊക്കെ, അവിടെ ആ ഒരു അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡ് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓക്സിജനേക്കാൾ മുമ്പേ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ചാടി വീണെന്ത് ചെയ്യും? ഈ പറയുന്ന ഹീമോഗ്ലോബിനുമായിട്ട് അങ്ങ് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നുണ്ടാകുന്ന പദാർത്ഥത്തിൻ്റെ പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. കണ്ടോ? പേരെന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തേ. കാർബോക്സി ഹീമോഗ്ലോബിൻ ആരൊക്കെ ചേർന്നുണ്ടാകുന്നത്? ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും. ഓക്കെ, എന്താണ്? കാർബാമിനോ ഹീമോഗ്ലോബിൻ ആരൊക്കെ ചേർന്നുണ്ടാകുന്നത്? അത് ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ ആണല്ലോ? അപ്പോൾ കൃത്യമായിട്ട് ഈ സാധനം പഠിച്ചു വയ്ക്കുക കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമുക്ക് റിപ്പീറ്റ് ചെയ്യാനൊന്നും സമയമില്ല. കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളുമാണ്. ഒട്ടും ഇഴച്ച് നിങ്ങളുടെ സമയം കളയാൻ എനിക്ക് ഉദ്ദേശമില്ല, എനിക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ
നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ തരാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനാണ്, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ഓക്കേടാ, അപ്പോൾ കണ്ടല്ലോ എന്താണ്? മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്ന രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. എടാ, ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന രക്തകോശങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരിക്കും. PSC വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. മക്കളെ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഓക്കെ, ന്യൂട്രോഫിലും മോണോസൈറ്റും. ആരൊക്കെയാടാ? ന്യൂട്രോഫിലും മോണോസൈറ്റും. കണ്ടോ? അപ്പോൾ യവന്മാർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാർക്കും ന്യൂട്രോഫിലുകളെ മോണോസൈറ്റുകളെ അറിയാം. പക്ഷേ നിങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അറിയാത്ത ഒരു പേരുണ്ട് കേട്ടോ. അവൻ്റെ പേരാണ് മാക്രോഫേജ്. പേരെന്താടാ? മാക്രോഫേജ് കേട്ടോ. അപ്പോൾ PSC ഇതുവരെയും മാക്രോഫേജുകളെ പറ്റി ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അടുത്തൊരു പരീക്ഷയിൽ PSC ചോദിച്ചു. അപ്പോൾ മൈ ഗോഡ്, എന്താണത്? ഞാൻ എഴുതിയതിൽ വേറെ ടൂൾ ഓപ്പണായി കിടന്ന കേട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ അവൻ്റെ പേരെന്താണ്? നമുക്കൊന്നുകൂടെ എഴുതാം, മാക്രോഫേജ്. മക്കളെ, എന്താണ് മാക്രോഫേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്തത്തിനകത്തു കൂടി ഒഴുകുന്ന മോണോസൈറ്റുകളിൽ ചില മോണോസൈറ്റുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ രക്തലോമികയുടെ ആ ഒരു സൂക്ഷ്മ സുഷിരത്തിലൂടെ, ഭിത്തിയിലെ ആ ഒരു ഊട്ടയ്ക്കത്തൂടെ എന്ത് ചെയ്യും? നേരെ കലകൾക്കകത്തേക്ക് അങ്ങ് ചാടും. ഇങ്ങനെ കലകളിലേക്ക് പ്രവേശിക്കുന്ന എന്താണ്? കോശങ്ങളുടെ കൂട്ടങ്ങളാണ് കലകൾ. ഓക്കെ, ഇങ്ങനെ കലകളിലേക്ക് പ്രവേശിക്കുന്ന ഈ മോണോസൈറ്റുകൾ രൂപമാറ്റം സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? മാക്രോഫേജുകളായിട്ട് മാറും. മനസ്സിലായോ? അതായത് മോണോസൈറ്റുകൾ തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? മാക്രോഫേജുകളായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ PSC പക്ഷേ ഇവരെ 3 പേരെയും 3ആയിട്ടായിരിക്കും തരിക കേട്ടോ. അപ്പോൾ പേരുകൾ എന്തൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജ്. നോക്കി, മാക്രോഫേജ് ആണ് അവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ യവനാണ് നമ്മുടെ മാക്രോഫേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾ. ഓക്കെ, നോക്കി, എന്തൊക്കെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കേടാ, ഒരു രോഗമാണ് താണ്ട് ഇവിടെയുണ്ട്. കണ്ടോ? ഒരു രോഗമാണ് താണ്ട് ഇവിടെയുണ്ട്. ആ രോഗമാണ് നേരെ ഈ കോശത്തിനടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? കോശത്തിനടുത്തേക്ക് വരുമ്പോൾ കോശത്തിലെ ഗ്രാഹികൾ എന്ത് ചെയ്യും? ഇവനകത്തേക്ക് അങ്ങ് സ്വീകരിക്കും. കണ്ടോ? അപ്പോൾ ഇവനിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവനെ ചുറ്റി എന്ത് ചെയ്യും? ഒരു ബബിൾ അങ്ങ് ഉണ്ടാവും. കണ്ടോ? ഒരു ബബിള് പോലെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ ഈ ബബിള് പോലെ ഉണ്ടായ ഈ ഒരു സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫാഗോസോം. എന്താ പറയുക? ഫാഗോസോം കേട്ടോ. അപ്പോൾ ആ ഒരു ബബിളിനെ, ആ ഒരു രോഗാണുവിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് ഫാഗോസോം എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ദെൻ ഇനി ഈ ഫാഗോസോം അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പറയുന്ന ഈ ന്യൂട്രോഫിലുകളുടെയും മോണോസൈറ്റുകളുടെയും അതുപോലെ തന്നെ ഈ മാക്രോഫേജുകളുടെയും കോശത്തിനകത്തുള്ള ഒരു കോശാംഗമാണ് ഇത്, ഈ പറയുന്ന ലൈസോസോം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് അതിൻ്റെ പേര്? ലൈസോസോം. ഓക്കെ, ലൈസോസോം. ഇതിൽ മാത്രമല്ല, വേറെയും കോശങ്ങൾക്കുള്ളിൽ എന്തുണ്ട്? കോശാംഗമായിട്ടുള്ള ലൈസോസോം ഉണ്ട് കേട്ടോ. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഇത്? ലൈസോസോം കേട്ടോ. ആ പേര് മറന്നേ പോരുത്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. അപ്പോൾ ഈ ലൈസോസോം എന്ത് ചെയ്യൂടാ? നേരെ കണ്ടോ, ഈ രോഗാണു കൂടി ഉൾപ്പെടുന്ന ഫാഗോസോമിനടുത്തേക്ക് വരുന്നു. ശേഷമായ ആ ലൈസോസോം അതിലേക്ക് കലരുന്നു. കണ്ടോ? ഈ ലൈസോസോമിനകത്തുണ്ടായിരുന്ന ഒരു പച്ച നിറമുള്ള ഈ ഘടകങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? അതൊക്കെ പറയുന്നത് അതൊക്കെ എൻസൈമുകളാണ്. ധാന്യങ്ങളെയും പ്രോട്ടീനുകളെയും കൊഴുപ്പിനെയും ഒക്കെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള എൻസൈമുകളാണ്. അപ്പോൾ ഈ രോഗകാരിയുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം പോലെ തന്നെ അതും പ്രോട്ടീനുകളും ധാന്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യൂടാ? ഈ എൻസൈമുകൾ എന്ത് ചെയ്യും? ആ രോഗകാരിയുടെ ശരീരത്തിലുള്ള ഈ ഘടകങ്ങളെല്ലാം തന്നെ അങ്ങ് ദഹിപ്പിച്ചാലേ. കണ്ടോ? ദഹിക്കപ്പെട്ട് കണ്ടോ? ചപ്പും ചവറും ആയിട്ട് കിടക്കുന്നുണ്ടോ? എന്നിട്ട് ഈ ചണ്ടിയും ചവറും എല്ലാം കൊണ്ട് എന്ത് ചെയ്യും? കോശം നീണ്ട കണ്ട അങ്ങ് തുപ്പിക്കളഞ്ഞോ? കോശങ്ങൾ പുറത്തേക്കും കളഞ്ഞു. ഇത്രയുമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയിൽ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇത് അടുത്ത ചോദ്യം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന, പിത്തരസം ഇംഗ്ലീഷിൽ നമ്മൾ ബൈൽ എന്ന് വിളിക്കും കേട്ടോ. പിത്തരസം അല്ലെങ്കിൽ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ആരാണ് പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്? ആമാശയം, പാൻക്രിയാസ്, ചെറുകുടൽ, കരൾ അല്ലേ? അപ്പോൾ ഇത് നിങ്ങളിൽ ഒരു 70-80% പേർക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും കേട്ടോ. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? കരളാണ് കേട്ടോ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതെ, അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ
അത് കരളാണ് കേട്ടോ. നമുക്ക് നോക്കാം, അതുമായിട്ട് അനുബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് നേരെ പോവാം. മക്കളെ നോക്കിയിടാം. ഇവിടെ നമ്മുടെ ഈ കരൾ കാണപ്പെടുന്നത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്വാശയത്തിലാണ്. കണ്ടോ, പക്വാശയം. ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ ഡ്യൂഡിനം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോ. അപ്പോൾ യമൻ്റെ മലയാളം പേരാണെന്ത്? പക്വാശയം. ഓക്കെ, പക്വാശയം. ഓക്കെ, അപ്പോൾ ഈ പക്വാശയത്തിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഏത് അവയവം കാണുന്നത്? നമ്മുടെ കരൾ കാണുന്നത്. കണ്ടോ. എടാ, ദഹനത്തിന് വേണ്ടി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തെ നമുക്ക് വിളിക്കാം പിത്തരസം. കണ്ടോ, എന്താ വിളിക്കാം? പിത്തരസം. കേട്ടോ. ഓക്കെ, അപ്പം ദഹനത്തിന് വേണ്ടി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാകുന്നത് പിത്തരസം. കേട്ടോ. എടാ മക്കളെ, കരൾ ഇങ്ങനെ പലപ്പോഴായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തരസത്തിനെ നോക്കി, കരൾ താണ്ട ഈ കുടലിലൂടെ കൊണ്ടുവന്ന്. കേട്ടോ, ഈ കുടലിനെ നമുക്ക് കരൾ നളിക എന്ന് വിളിക്കാം. കേട്ടോ. ഓക്കെ, ഈ നളികയിലൂടെ കൊണ്ടുവന്നാണ്ട് ഈ അവയവത്തിൽ കൊണ്ടുവന്ന് സംഭരിക്കും. കണ്ടോടാ? യെസ്, കണ്ടോ. അപ്പോൾ ഈ പിത്തരസത്തെ സംഭരിച്ച് വെക്കുന്ന ഈ അവയവത്തിൻ്റെ പേരാണ് എന്ത്? ഈ അവയവത്തിൻ്റെ പേരാണ് പിത്താശയം അഥവാ ഗ്യാൾ ബ്ലാഡർ. കണ്ടോ. അപ്പോൾ എന്ത് മനസ്സിലായി ഇവിടുന്ന്? പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. ഇനി അതിനെ സംഭരിച്ച് വെക്കുന്ന ആളിൻ്റെ പേരെന്താ? സംഭരിച്ച് വെക്കുന്ന ആളിൻ്റെ പേരാണെന്ത്? പിത്താശയം. ഓക്കെ, അപ്പോൾ കരളം ഈ പറഞ്ഞ പിത്താശയം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പിത്തരസത്തിന് ഇവിടെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ട് എപ്പോഴാണോ ആഹാരം നമ്മുടെ ഈ പറയുന്ന ആമാശയത്തിൽ നിന്നും, കണ്ടോ, ഇതിന് തൊട്ടടുത്തായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ഈ പറയുന്ന ആമാശയം കാണുന്നത്. കണ്ടില്ല? അവിടെ എങ്ങനെ ഇരിക്കും ആമാശയം? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ ആമാശയം എപ്പോഴാണോ അതിൻ്റെ ആഹാരത്തിനെ നേരെ ഈ പറയുന്ന ഈ പക്വാശയം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വിടുന്നത്. കണ്ടോ, ആഹാരം ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? യെസ്, ഈ ആഹാരത്തിലേക്ക് ഈ പറയുന്ന നമ്മുടെ പിത്താശയം എന്ത് ചെയ്യും? അത് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഈ പിത്തരസത്തെ അങ്ങ് ലയിപ്പിച്ചു കൊടുക്കുക. കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അപ്പോൾ PSC ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ: ഒന്ന്, പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ. പിത്താശയത്തെ സംഭരിച്ചു വെക്കുന്ന ആരാണ്? അത് പിത്താശയം. ഇനി ഇവർ രണ്ടുപേരും കാണപ്പെടുന്നത് അറിയണം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശയം അല്ലെങ്കിൽ ദ്യോതിനത്തിലാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഓക്കേടാ. എന്താണ് അടുത്ത ചോദ്യം? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് എന്നുള്ളതാണ്. ഓക്കേടാ മക്കളെ, എന്തൊക്കെയാണ് ഓപ്ഷനുള്ളത്? 1 ഗോളരസന്ധി, 2 കീലസന്ധി, 3 വിജാഗിരസന്ധി, 4 തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അസ്ഥിസന്ധി എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് അസ്ഥിസന്ധി? 2 അതിലധികമോ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് അസ്ഥിസന്ധി എന്ന് നമുക്ക് വിളിക്കാം. കണ്ടോ എടാ, അപ്പോൾ അതാണ് അസ്ഥിസന്ധി. ഇനി ഏത് രീതിയിലുള്ള ചലനമാണ് കാഴ്ചവെക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സന്ധികളെ നമ്മൾ 5ആയി തരംതിരിക്കും. അവയുടെ പേരുകളാണ്: 1 കീലസന്ധി അഥവാ പിവറ്റ് ജോയിന്റ്, 2 ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, 3 തെന്നി മാറുന്ന സന്ധി അഥവാ സ്ലൈഡിംഗ് ജോയിന്റ്, ഇതിനടുത്തത് പര്യാണ സന്ധി അഥവാ സാഡിൽ ജോയിന്റ്, അടുത്തത് വിജാഗിരസന്ധി അഥവാ ഹൈങ് ജോയിന്റ്. ഇങ്ങനെ 5 തരം സന്ധികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പരിശോധിക്കാം. അതിനാദ്യം നമ്മൾ പഠിക്കുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? യെസ്, കീലസന്ധി. കീലസന്ധി നമ്മൾ ഇംഗ്ലീഷിൽ പറയുക പിവറ്റ് ജോയിന്റ് എന്നാണ് കേട്ടോ. PIVOT, പിവറ്റ് ജോയിന്റ്. അപ്പോൾ ഇത് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ, നട്ടലിൻ്റെ ആദ്യ കശേരുവായ അറ്റ്ലസ്. കണ്ടോ, നട്ടലിലെ ആദ്യ കശേരു കണ്ടോ, നട്ടൽ കണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ട്. നട്ടലിലെ ആദ്യ കശേരുവായിട്ടുള്ള അറ്റ്ലസും ഈ പറയുന്ന ആരുമായിട്ട് നമ്മുടെ ഈ തലയോടും തമ്മിൽ ഉണ്ടാക്കുന്ന സന്ധിയാണ് ഏത് സന്ധി? ഈ പറയുന്ന ഈ കീലസന്ധി. ഇനി എന്താണ് ഈ സന്ധിയുടെ പ്രത്യേകത? ആ ഉദാഹരണത്തിന് വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോ. കേട്ടോ, ഒരു അസ്ഥിയുടെ മുകളിൽ മറ്റൊരു കൂട്ടം അസ്ഥികൾ നാനാദിശയിലേക്ക് തിരിയുന്നു അല്ലേ? അപ്പോൾ ഈ പറയുന്ന നട്ടലിലെ ആദ്യ കശേരുവായ അറ്റ്ലസ് കേട്ടോ, അവൻ്റെ പേരെന്താണ്? അറ്റ്ലസ് എന്നാണ്. അറ്റ്ലസ് മറന്നുകൊണ്ട അറ്റ്ലസ്. ഓക്കെ, അപ്പോൾ നോക്കിയടാ, ഈ അറ്റ്ലസിന് മുകളിലിരുന്ന് നമ്മുടെ തലയൂട്ടി എന്ത് ചെയ്യും? നാനാദിശയിലേക്ക് തിരിയല്ലേ? യെസ്, അതായത് അങ്ങോട്ട് നോക്കാം അല്ലേ? അങ്ങോട്ട് നോക്കാം, അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കാം, മുകളിലേക്ക് നോക്കാം, താഴേക്ക് നോക്കാം. ഇങ്ങനെ നാനാദിശയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സന്ധി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കീലസന്ധി. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം.
രണ്ട് ഗോളരസന്ധി. ഇവിടെ എന്താണ് ഗോളരസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, സംഭവമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം, ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം ഇതേ നോക്കി കണ്ടോ, ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു കണ്ടോ, മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് സന്ധി? ഗോളരസന്ധി കണ്ടോ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇതേ നമ്മുടെ തോളല് കണ്ടോ, നമ്മുടെ തോളല്ല നോക്കിയടാ, ഇതില്ല നമ്മുടെ ഈ അസ്ഥി കണ്ടോ, ഈ അസ്ഥിയുടെ പേരാണെന്ത്? ഭുജാസ്ഥി കണ്ടോ, ഈ അസ്ഥിയുടെ പേരാണ് ഭുജാസ്ഥി. ചെറുതാവൂ ഭുജാസ്ഥി. ഓക്കെ ഓക്കേടാ. അപ്പോൾ കയ്യിലെ ഈ അസ്ഥിയുടെ പേരാണെന്ത്? ഭുജാസ്ഥി. എടാ ഈ ഭുജാസ്ഥിയുടെ ഉരുണ്ട ഭാഗം നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ? ഭുജാസ്ഥിയുടെ ഉരുണ്ട ഭാഗം വന്നിട്ട് കണ്ടോ, ഈ തോളലിൻ്റെ ഈ കുഴിയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ, തോളലിൻ്റെ ഈ കുഴിയിലേക്കാണ് ഉറങ്ങിയിരിക്കുന്നത്. യെസ്, ഉറങ്ങിയല്ല, ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്ത്? ഗോളരസന്ധി കണ്ടോ. അപ്പോൾ ഗോളരസന്ധിക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏതൊക്കെയാണ്. ഒന്ന്, തോളല്ലുകൾ ഭുജാസ്ഥിയുമായിട്ടുണ്ടാക്കുന്നത്, തോളല്ലുകൾ ഭുജാസ്ഥിയുമായിട്ടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇടുപ്പെല്ല് തുടയെല്ലുമായിട്ടുണ്ടാക്കുന്നത് കണ്ടോ. നോക്കിയടാ ഇവിടെ കണ്ടോ, നമ്മുടെ ഇടുപ്പെല്ല് കണ്ടില്ലേ, ഈ നമ്മുടെ തുടയിൽ കണ്ടോ, തുടയിലിൻ്റെ ആ ഒരു ഉരുണ്ട ഭാഗം കണ്ടോ, തുടയിലിൻ്റെ ഉരുണ്ട ഭാഗം വന്നിട്ട് ഇടുപ്പെല്ലിൻ്റെ ആ ഒരു കുഴിഞ്ഞ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ തുടയിൽ ഇടുപ്പെല്ലുമായിട്ടുണ്ടാക്കുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഗോളരസന്ധി തന്നെയാണ്. അപ്പോൾ എന്താണ് ഗോളരസന്ധി? ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു, ഇതാണെന്ത്? ഗോളരസന്ധി. ഓക്കെ, ഇനി അടുത്തതാണ് തെന്നിമാറുന്ന സന്ധി. മക്കളെ, തെന്നിമാറുന്ന സന്ധി എവിടെ കാണുന്നതെന്ന് അറിയാമോ? നമ്മുടെ കൈക്കുഴ, അതുപോലെ തന്നെ കാൽക്കുഴ. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് തെന്നിമാറുന്ന സന്ധിയുടെ പ്രത്യേകത എന്താണ്? ഒരു കൂട്ടം അസ്ഥികൾ പരസ്പരം എന്ത് ചെയ്യുന്നു? തെന്നി മാറുന്നു അല്ലെങ്കിൽ തെന്നി നീങ്ങുന്നു. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൈക്കുഴയും കാൽക്കുഴയാണ്. നമുക്ക് ചിത്രത്തിൽ നമുക്ക് നോക്കാം. കണ്ടോ, നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കി, ഇത്ര ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. നമുക്ക് ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ പറയുന്ന ഈ കൈക്കുഴയിലായിട്ട് നമുക്ക് 8 അസ്ഥികളെ കാണാൻ പറ്റും. ആ 8 അസ്ഥികളെ ഞാൻ വേറെ കളറിൽ വരയ്ക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്, നിങ്ങൾ എന്നെ നോക്കൊന്നും വേണ്ട. അപ്പോൾ 8 അസ്ഥികളുണ്ട്. യെസ്, അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന കൈ പത്തിയിലെ അസ്ഥികൾ വരുന്നത്. 2, 3, 4. ഓക്കെ, കണ്ടോടാ. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, ഈ കൈക്കുഴയിലായിട്ട് നമുക്ക് 8 അസ്ഥികളാണുള്ളത്. ഓക്കെ, എടാ ഈ 8 അസ്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാൻ കഴിവുള്ളവയാണ്. അപ്പോൾ നമ്മൾ ഈ കൈക്കുഴയ്ക്ക് നമുക്ക് കണ്ടോ, കൈക്കുഴയ്ക്ക് നമുക്ക് നമ്മൾ ഈ രീതിയിലുള്ള ചലനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഈ 8 അസ്ഥികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നുണ്ട് അല്ലെങ്കിൽ തെന്നി നീങ്ങുന്നുണ്ട്. അങ്ങനെ നീങ്ങിക്കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ചലനം എന്ത് ചെയ്യുന്നത്? സാധ്യമാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ കൈക്കുഴ മാത്രമല്ല കാൽക്കുഴയും എന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ തെന്നിമാറുന്ന അസ്ഥിക്ക് എക്സാമ്പിൾ ആരാണ്? കൈക്കുഴയും കാൽക്കുഴയും. ഇനി അടുത്തതാണ് പര്യാണസന്ധി അഥവാ സാഡിൽ ജോയിൻറ്റ്. എടാ എന്താണ് സാഡിൽ ജോയിൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ മാത്രമേ തന്നിട്ടുള്ളൂ. എന്താണ് എക്സാമ്പിൾ? നമ്മുടെ തള്ളവിരലിൻ്റെ ടാർസൽ കേട്ടോ, തള്ളവിരലിൻ്റെ ടാർസൽ അതിൻ്റെ മെറ്റാ ടാർസലുമായിട്ടുണ്ടാക്കുന്ന സന്ധി കേട്ടോ. മക്കളെ, എന്താണ് ടാർസൽ, എന്താണ് മെറ്റാ ടാർസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, എടാ ഈ കൈക്കുഴയിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടോ, കൈക്കുഴയിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർസൽ കണ്ടോ. ഇനി ഈ പറയുന്ന കൈപ്പത്തിയിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാടാർസൽ. പേരെന്താണ്? മെറ്റാടാർസൽ കണ്ടോ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? തള്ളവിരലിലെ കണ്ടോ, ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? തള്ളവിരലിലെ മെറ്റാടാർസൽ അതിൻ്റെ ടാർസലുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സന്ധി കണ്ടോ, ആ ഒരു സന്ധിയാണ് ഏത് സന്ധി? യെസ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ പര്യാണസന്ധി അഥവാ സാഡിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തള്ളവിരലിലെ ടാർസൽ അതിൻ്റെ മെറ്റാടാർസലുമായിട്ടുണ്ടാക്കുന്ന സന്ധിയാണ് പര്യാണസന്ധി അഥവാ സാഡിൽ ജോയിൻ്റ്. ഈ സാഡിൽ ജോയിൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് തള്ളവിരൽ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ഈ വിരലുകളിലേക്ക് നമുക്ക് ഈ പറയുന്ന ഇങ്ങനെയൊക്കെ തൊടാനും അല്ലെങ്കിൽ എഴുതാനൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഈ പറയുന്ന ഈ പര്യാണസന്ധി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഒന്നാണ് വിജാഗിരി സന്ധി. നോക്കിയിട്ട് എന്താ വിജാഗിരി സന്ധി? എവിടെയൊക്കെ കാണുന്നത്? കൈമുട്ട് കാൽമുട്ട് അല്ലേ. എന്താ പ്രത്യേകത? വിജാഗിരി പോലെ ഒരു ദിശയിലേക്ക് 180 ഡിഗ്രിയിലുള്ള ചലനം സാധ്യമാക്കുന്നു. ശരിയല്ലേ ഈ പറഞ്ഞത്?
ശരിയല്ലേ അല്ലേ? നമുക്ക് ഈ പറയുന്ന നമ്മുടെ കൈ നമുക്ക് വേണമെങ്കിൽ നോക്കി, ഈ കൈ നമുക്ക് വേണമെങ്കിൽ 180 ഡിഗ്രി അല്ലേ ഇവിടം വരെ നമുക്ക് ചലിപ്പിച്ചുകൂടെ അല്ലേ? ഇതേ കൈ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ കറക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയും കൊണ്ടുപോകാം അല്ലേ? ഇടയ്ക്ക് നമുക്ക് കൊണ്ടുപോയി മടക്കി വെക്കാനൊക്കെ നമുക്ക് സാധിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ 180 ഡിഗ്രിയിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് ഏത് സന്ധി? യെസ്, അഭിജാഗര സന്ധി. അപ്പോൾ ഈ പറയുന്ന ആ കൈമുട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ കാൽമുട്ടും എന്തിന് എക്സാമ്പിളാണ്? കൈമുട്ടും അതുപോലെ യെസ് കാൽമുട്ടുകളും എന്തിന് എക്സാമ്പിളാണ്? വിജാഗര സന്ധിക്ക് എക്സാമ്പിളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സന്ധികൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, എന്തൊക്കെയാണ് ആ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഒന്ന്, വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ, വൃക്കയിലെ നിന്നാണ് കേട്ടോ, വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. 2, വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. 3, മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ഓപ്ഷൻ 4, വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയും. ഓക്കെ, അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആൻസർ നോക്കിയതിന് ശേഷം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വൃക്കയിലെ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. വളരെ വളരെ ശരിയാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തത്, വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത്, മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണം കുറയും. അതും വളരെ ശരിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? ഏത് മാത്രമായിരുന്നതാ? അത് നമ്മുടെ ഈ പറയുന്ന ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. ശരിക്കും എന്താണ്? വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ശരി കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറയുന്ന അറിയത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ പഠിക്കാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. നിങ്ങൾ എന്നെ കണ്ടോ? നേടിയിരിക്കുന്നത് കണ്ടാ നമ്മുടെ ഹൈപ്പോതലാമസ്. ഓക്കെ, എടാ ഈ ഹൈപ്പോതലാമസ് 2 ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ല, ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ 2 ഹോർമോണുകളുടെ പേരുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. പേരുകൾ എന്തൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും കേട്ടോ. ഈ 2 ഹോർമോണുകളെയും ഈ പറയുന്ന നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ചിട്ട് ഹൈപ്പോതലാമസ് കണ്ടോ, ഈ പ്രത്യേക തരത്തിലുള്ള ഈ നാഡികൾ വഴി നേരെ കൊണ്ടുവന്ന് ഹൈപ്പോതലാമസ് അവൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം കണ്ടോ, ഞാൻ നല്ല ഈ കാണിക്കുന്നതാണ് പിന്തളം. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലായിട്ട് എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന് സംഭരിക്കുന്നു കണ്ടോ. അങ്ങനെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി അതിൻ്റെ പിന്തളത്തിൽ കൊണ്ടുവന്ന് സംഭരിക്കുന്ന 2 ഹോർമോണുകളാണ് ഏതൊക്കെ? ഒന്ന് ഓക്സിറ്റോസിൻ. രണ്ടാമത്തെ ആളിൻ്റെ പേരെന്താണ്? വാസോപ്രസിൻ. പേരെന്താണ്? വാസോപ്രസിൻ കേട്ടോ. ഓക്കെ, എടാ ഇതിലാ നമ്മുടെ രക്തത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ഹോർമോണാണ് ആര്? ഈ പറയുന്ന ഈ വാസോപ്രസിൻ എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ വാസോപ്രസിൻ തന്മാത്രകൾ അല്ലെങ്കിൽ ഈ ഹോർമോണുകൾ എപ്പോൾ യവന്മാർ രക്തത്തിലേക്ക് വന്നു കഴിഞ്ഞാലും യവന്മാർ ഓടി എവിടെ പോകുന്നറിയാവോ? യവന്മാർ ഓടി നമ്മുടെ വൃക്കകളിൽ പോകും. എവിടെ പോകും? വൃക്കകളിൽ പോകും. എന്തിനാ യവന്മാർ ഓടി വൃക്കകളിൽ പോകുന്നതിൻ്റെ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൃക്കയിൽ യവന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളിരിപ്പുണ്ട്. ആരാണ് ആ ആളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജലതന്മാത്രകൾ അഥവാ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പോൾ വൃക്കകൾ മൂത്രത്തിലൂടെ കളയുവാനായിട്ട് ഒരുപാട് ജലതന്മാത്രകളെ അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ വാസോപ്രസിൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓടി നേരെ വൃക്കകളിൽ പോകും. യവന്മാർ പോയിട്ട് യവന്മാർ എന്ത് ചെയ്യും? യവന്മാർ
ഈ വൃക്കകളെ കളയാൻ വെച്ചേക്കുന്ന ഈ ജലത്തിനെല്ലാം എന്ത് ചെയ്യും? പുനരാഗിരണം ചെയ്ത് വീണ്ടും എവിടെ തന്നെ കൊണ്ടുവരും? വീണ്ടും ഈ പറയുന്ന വീണ്ടും ഈ പറയുന്ന രക്തത്തിലേക്ക് കൊണ്ടുവരും. കണ്ട, ഇത്തരത്തിൽ വൃക്കയിൽ നിന്നും ജലത്തിനെ പുനരാഗിരണം ചെയ്യുന്ന ഹോർമോണാണ് ഏത് ഹോർമോൺ? വാസോപ്രസിൻ. കണ്ടോ, വൃക്കയിൽ നിന്നും ജലത്തിനെ പുനരാഗിരണം ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, ഒരുപാട് വാസോപ്രസിൻ അല്ലെങ്കിൽ ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഒരുപാട് വാസോപ്രസിനെ രക്തത്തിലേക്ക് വിട്ട് കഴിഞ്ഞാലേ ഇവന്മാരെല്ലാം കൂടെ കിഡ്നിയിൽ പോയിട്ടെ പരമാവധി ജലത്തിനെ പുനരാഗിരണം ചെയ്യത്തില്ലയോ? ചെയ്യും അല്ലേ? യെസ്. ഇനി വാസോപ്രസിൻ ഒട്ടും ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിലേ അല്ലെങ്കിൽ രക്തത്തിലേക്ക് ഒട്ടും സ്രവിക്കപ്പെട്ടില്ലെങ്കിലേ ഈ പറയുന്ന വൃക്കകളിൽ നിന്നും ജലത്തിനെ പുനരാഗിരണം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഉള്ള ജലമെല്ലാം വൃക്കകളിലൂടെ യൂറിനായിട്ട് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, യെസ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വേനൽക്കാലം എന്താണ് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത? വേനൽക്കാലം എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. ഓൾറെഡി ഈ പറയുന്ന വിയർപ്പിലൂടെയും ശ്വാസത്തിലൂടെയും ഒക്കെ ധാരാളം ജലം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി മൂത്രം വഴിയും കൂടെ കളയാനായിട്ട് നമ്മുടെ ജലം ഉണ്ടോ? നമ്മുടെ ഇതിൽ ജലമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പരമാവധി ജലത്തിനെ പുനരാഗിരണം ചെയ്യണം. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യായിരിക്കും? രക്തത്തിൽ കൂടുതലായിരിക്കും. എന്ത് ചെയ്യാനാ? പരമാവധി ജലത്തിനെ വൃക്കയിൽ നിന്ന് പുനരാഗിരണം ചെയ്യുവാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് മഴക്കാലം അല്ലേ? മഴക്കാലം എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷ തണുപ്പാണ്, നമ്മൾ വിയർക്കുന്നൊന്നുമില്ല, ജലനഷ്ടമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിൽ ആവശ്യത്തിനേക്കാൾ അധികം എന്തുണ്ടാവും? ജലം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജലത്തിനെ പുനരാഗിരണം ചെയ്യണം ഈ വൃക്കയെന്ന് വേണ്ട, ഇപ്പം തന്നെ അധികമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കണ്ടോ? അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് പുറത്തെ അന്തരീക്ഷ താപനിലയ്ക്കനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കണം. മനസ്സിലായോ? പക്ഷേ ചില ആൾക്കാരിൽ എന്ത് ചെയ്തില്ലെന്ന് അറിയാവോ? ഈ വാസോപ്രസിന് ഒട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരും. ഇങ്ങനെ വാസോപ്രസിന് അങ്ങ് ഒട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നത് മൂലം ഉള്ള ജലമെല്ലാം വൃക്കകളിലൂടെ നഷ്ടപ്പെടും. കണ്ടോ? ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പേരെന്താണ്? ഇൻസിപ്പിഡസ് കേട്ടോ. അപ്പോൾ വാസോപ്രസിന് ഒട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് മൂലം ഉള്ള ജലമെല്ലാം യൂറിനിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കേട്ടോ. ഇത് PSC ചോദിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ രക്തത്തിലെ ജലത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ADH. എന്താണ് പേര്? ADH കേട്ടോ. ADH പൂർണ്ണരൂപം ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. പേരെന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നമ്മുടെ വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് ഹോർമോൺസ് നമുക്ക് പിറ്റ്യൂട്ടറിയിൽ നമുക്കുണ്ട്. ഓക്സിറ്റോസിൻ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ അതിൻ്റെതായ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്. ഓക്കെ മക്കൾ, എന്താണ് ഗ്രന്ഥി അല്ലെങ്കിൽ എന്താണ് ഗ്രന്ഥികോശം? ഏതെങ്കിലും തരത്തിലുള്ള സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രന്ഥികോശം എന്ന് നമുക്ക് വിളിക്കാം അല്ലെ? സ്രവങ്ങളെ അല്ലെങ്കിൽ സെക്രീഷനുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ഗ്രന്ഥികോശങ്ങൾ. അത്തരത്തിലുള്ള ഗ്രന്ഥികോശങ്ങൾക്കകത്ത് ഒരു കോശാംഗം വളരെ കൂടിയ എണ്ണത്തിൽ കാണപ്പെടും. ആ കോശാംഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഗോൾഗി കോംപ്ലക്സ്. ആരാണ്? ഗോൾഗി കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, നോക്കിയടാ, ഇവിടെ നമുക്ക് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പേരുടെയും ഉള്ളിലായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണാൻ പറ്റും? ഇവിടെ ഗോൾഗി കോംപ്ലക്സിനെ കാണാൻ പറ്റും കണ്ടോ. ഇത് സസ്യകോശമാണ്. സസ്യകോശത്തിനകത്ത് ഇവിടെ ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്താണ്ട് ഇവിടെ ജന്തുകോശമാണ്. ഈ ജന്തുകോശത്തിനകത്ത് ആരുണ്ട്? ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്. കണ്ടല്ലോ. ഈ ഗോൾഗി കോംപ്ലക്സിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോശസ്രവങ്ങളെ സ്ഥരസഞ്ചിക്കുള്ളിലാക്കി പൊതിയുക എന്നുള്ളതാണ്. അതായത് കോശത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ, സെക്രീഷനുകളെ, ആ സെക്രീഷനുകൾ ഹോർമോണുകളാവാം, ദഹനരസങ്ങളാവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ശ്ലേഷ്മമാവാം, അങ്ങനെയുള്ള സ്രവങ്ങളെ എന്ത് ചെയ്യുക? പൊതിഞ്ഞ ഒരു സ്ഥരസഞ്ചിക്കുള്ളിലാക്കി മാറ്റുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഗോൾഗി കോംപ്ലക്സിൻ്റെ
ഇതിൻ്റെ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ നമുക്കതിനെ പാക്കേജിങ് അല്ലേ, നമുക്കതിനെ പാക്കേജിങ് എന്ന് വിളിക്കാം. എന്താണ്? കോശസ്രവങ്ങളെ സ്ഥലസഞ്ചിക്കുള്ളിലാക്കി പൊതിയുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ കോശാംഗമായിട്ടുള്ള പേനകളിലോ ഈ പറയുന്ന പേനത്തിനെയും അതുപോലെ തന്നെ ലൈസോസോമിനെയും ഇവർ രണ്ടുപേരും നിർമ്മിക്കപ്പെടുന്നത് ഈ പറയുന്ന ഈ ആരുടെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സിന്റെ കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ മിക്കപ്പോഴും എവനാണ് അവരെ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിലും പറയാൻ പറ്റും കേട്ടോ, മിക്കവാറുള്ള കണ്ടീഷനുകളിൽ. ഇനി നമുക്ക് മറ്റുള്ള ഓപ്ഷനുകളിൽ നിന്നൂടെ ആ ഒരു ഓപ്ഷനുകളെ വെച്ചുകൊണ്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളൂടെ നമുക്ക് എന്ത് നോക്കാം. ഫേനം. എന്താണ് ഫേനം? ഓക്കെ, കോശത്തിൽ ഫേനം. മക്കളെ സോറി, നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നത് ഓപ്ഷൻ നോക്കട്ടെ. ഫേനമായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഫേനം. എടാ, എന്താണ് ഫേനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്? എന്താണ് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, നമുക്കത് മായ്ക്കട്ടെ. ഓക്കെ, അല്ലെ നമുക്ക് വെട്ടാം, സമയങ്ങളല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ഫേനവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ കേട്ടോ, വിസർജ്യ വസ്തുക്കൾ, ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്ന കോശാംഗമാണ് ആര്? ഫേനം. ഓക്കേടാ, ജലം, ലവണം, കോശാംഗം രൂപപ്പെടുന്ന ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്ന കോശാംഗമാണ് ആര്? ഈ പറയുന്ന നമ്മുടെ ഫേനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫേനത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് ടോണോപ്ലാസ്റ്റ്. നോക്കി വെച്ചോ, PSC പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഈ ടോണോപ്ലാസ്റ്റ് കേട്ടോ. ഒരൊറ്റ സ്ഥലം കൊണ്ടാണ് ഈ പറയുന്ന ഒറ്റ സ്ഥലമാണ് ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോശത്തിലെ പദാർത്ഥങ്ങളുടെ സഞ്ചാരപാതയാണ് ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അല്ലെങ്കിൽ ഈ പറയുന്ന അന്തർദ്രവ്യജാലിക കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മലയാളം പേരാണെന്ത്? അന്തർദ്രവ്യജാലിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഈ പറഞ്ഞ കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതാ? അത് റൈബോസോമാണ് കേട്ടോ. മറന്നത്, കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് അത് റൈബോസം. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യെസ്, ഓക്കെ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുവാനായിട്ട് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം രക്തത്തിലെ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്ന ഗ്രന്ഥിയാണ് ഇത് ഈ പറഞ്ഞ പാൻക്രിയാസ് എന്ന് പറയുന്നത്. അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ ഏതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഏതാണ് ആൻസർ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻസുലിനാണ് കേട്ടോ. ഇൻസുലിനാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ്. എടാ, നമ്മുടെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള കണ്ടോ പക്വാശി, ഞാൻ നേരത്തെ നമ്മൾ കരൾ വരച്ചില്ലായിരുന്നു. അപ്പോൾ അതേ ഭാഗത്ത് തന്നെയാണ് കേട്ടോ, അതേ ഭാഗത്ത് തന്നെയാണ് ആരും കാണപ്പെടുന്നത്? നമ്മുടെ ഈ പറയുന്ന പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി കാണപ്പെടുന്നത്. മക്കളെ മനസ്സിലാക്കിയിരിക്കാം, ഈ പാൻക്രിയാസ് ഗ്രന്ഥിയെ നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പാൻക്രിയാസിനുള്ളിലായിട്ട് നമുക്ക് ഈ പറയുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രത്യേകതരം കോശ സമൂഹങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന ഈ ഭാഗങ്ങളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതായത് പേരെന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എടാ, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തായിട്ട് നമുക്ക് രണ്ട് തരം കോശങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനുള്ളിലായിട്ട് കാണപ്പെടുന്ന ഒന്നാമത്തെ തരം കോശത്തിൻ്റെ ഒന്നാമത്തെ തരം കോശമാണ് ബീറ്റാ കോശം. പേരെന്താണ്? ബീറ്റാ കോശം. ഓക്കെ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനകത്തായിട്ട് കാണപ്പെടുന്ന ഒന്നാമത്തെ ടൈപ്പ് കോശമാണ്, കോശത്തിൻ്റെ പേര് ബീറ്റാ കോശം. ബീറ്റാ കോശം. ഓക്കേടാ, ഇനി ഇതിനകത്തായിട്ട് കാണപ്പെടുന്ന
രണ്ടാമത് മറ്റൊരു തരം കോശമുണ്ട്. ആ കോശത്തിൻ്റെ പേരാണ് ആൽഫ കോശം. പേരെന്താണ്? ആൽഫ കോശം കേട്ടോ, ആൽഫ കോശം. ദെൻ ഓക്കെ, നമുക്ക് എഴുതാം ആൽഫ കോശം. ആൽഫ കോശം. ഓക്കേടാ. എടാ ഇതിൽ ഈ ബീറ്റാ കോശം ഒരുതരം ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. പേരെന്താണ്? ഇൻസുലിൻ. ബീറ്റാ കോശവും ബീറ്റാ കോശം അല്ലേ ഞാൻ പറഞ്ഞത്. ബീറ്റാ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി അടുത്തത് ഈ ആൽഫ കോശവും ഒരുതരം ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിൻ്റെ പേരാണ് ഗ്ലൂക്കഗോൺ. പേരെന്താണ്? ഗ്ലൂക്കഗോൺ. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പം ഇവിടുന്ന് നിങ്ങൾ ഒരു കാര്യം ഇവിടുന്ന് മനസ്സിലാക്കി പോവുക. ബീറ്റാ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും അതുപോലെ തന്നെ ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോഗോണും, ഈ രണ്ട് ഹോർമോണുകളുടെയും സമ്മിശ്രമായ പ്രവർത്തന ഫലമായിട്ടാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? ഇവിടെയൊക്കെ നമുക്ക് രക്തപ്പെടലുണ്ട്. ഓക്കെ, പറഞ്ഞേ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? അത് 70 മുതൽ 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ SCRT പാഠപുസ്തകത്തിൽ 110 120 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ തന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു നോർമൽ ലെവൽ ഗ്ലൂക്കോസ് തന്മാത്രകളെ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ എത്രയാണ്? 70 മുതൽ 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. എന്താണ് ഡെസിലിറ്റർ? ഡെസിലിറ്റർ ഈസ് ഈക്വൽ ടു 100 ml കേട്ടോ. 100 മില്ലിലിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെസിലിറ്റർ. അതായത് 100 മില്ലിലിറ്റർ രക്തം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മില്ലിഗ്രാമിനും 110 മില്ലിഗ്രാമിനും ഇടയിലായിരിക്കണം. 70നേക്കാൾ കുറയാനും പാടില്ല, 110നേക്കാൾ കൂടാനും പാടില്ല. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ കുറേ ധാന്യങ്ങളും കിഴങ്ങുകളും കഴിച്ചെന്ന് വിചാരിക്കാം. നിങ്ങൾ ചോറ് കഴിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ ചോറ് കഴിച്ചൊരു 1 hour ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യും, കൂടും അല്ലേ? അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്താ നോക്കിയിടാ, ഇങ്ങനെ കൂടി അതാ ഈ പറയുന്ന 110 മില്ലിഗ്രാമിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതലാകുമ്പോൾ ഉടൻ തന്നെ രക്തത്തിലേക്ക് ഏത് ഹോർമോൺ വരും? രക്തത്തിലേക്ക് ഇൻസുലിൻ എന്ന ഹോർമോൺ സ്രവിക്കപ്പെടും കേട്ടോ. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ രക്തത്തിലേക്ക് വന്നതിന് ശേഷം രക്തത്തിൽ അധികമായുള്ള ഗ്ലൂക്കോസിൽ പകുതിയോളം ഗ്ലൂക്കോസിനെ നേരെ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടും. കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടും കണ്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രക്രിയ. കോശങ്ങൾക്കുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നു കണ്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, കുറേ ഈ പറയുന്ന ഈ കുറേ ഗ്ലൂക്കോസ് തന്മാത്രയുടെ എണ്ണം എന്ത് ചെയ്യും, അങ്ങനെ കുറയും കണ്ടോ. അവരെല്ലാം നേരെ ഇവിടെ വന്നു, കോശങ്ങളിലേക്ക് വന്നു കണ്ടോ. ഇനിയും ബാക്കി അധികം നിൽക്കുന്ന ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എല്ലാം നേരെ കൊണ്ടുവന്ന് ഇൻസുലിൻ എപ്പോഴാണോ രക്തത്തിലൂടെ ഒഴുകി കരളിലേക്ക് എത്തുന്നത്, ആ സമയം നേരെ എവിടേക്ക് അങ്ങ് സംഭരിക്കൂടാ, നേരെ കരളിലേക്ക് അങ്ങ് സംഭരിക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കരളിൽ എന്തായിട്ടാണ് സംഭരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിൽ ഗ്ലൈക്കോജൻ. എന്താണ് പേര്? ഗ്ലൈക്കോജൻ കേട്ടോ. യെസ്, എങ്ങനെ എന്ത് ചെയ്യുന്നു, സംഭരിക്കുന്നു കണ്ടോ. അപ്പം ബാക്കി അധികമുള്ളവന്മാരെല്ലാം നേരെ കൊണ്ടുവന്ന് എവിടെ സംഭരിക്കുന്നു, കരളിൽ സംഭരിക്കുന്നു. എന്തായിട്ട് സംഭരിക്കുന്നു? ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കുന്നു കണ്ടോ. അപ്പോൾ നമുക്ക് കരളിലുള്ള ഗ്ലൂക്കോസിനെ കൂടെ നമുക്ക് വരയ്ക്കാം. കണ്ടല്ലോ. ഇത്തരത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടും അതുപോലെ തന്നെ കരളിൽ ഗ്ലൈക്കോജനായി സംഭരിച്ചുകൊണ്ടും ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു കണ്ടോ. ഇങ്ങനെ കുറയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഇൻസുലിനെ വിളിക്കുന്ന ഒരു പേരാണ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ കേട്ടോ, ഓർത്ത് വെച്ചേക്കെ. ഇനി അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ ചെയ്യുന്ന ഒരു നോർമൽ ലെവലിലേക്ക് വന്നു. സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സമയം കഴിയുന്തോറും നമ്മുടെ രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസിനെ കോശങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എടുത്ത് എന്ത് ചെയ്യൂടാ, ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ രക്തത്തിൽ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയുന്നുണ്ടോ. ഇങ്ങനെ കുറഞ്ഞ് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കുറയുമ്പോൾ ഉടൻ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യും, ഈ പറയുന്ന
ആൽഫ കോശങ്ങളെടുത്ത് പറഞ്ഞിട്ട് ഏത് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും? ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും കേട്ടോ. ഉടൻ തന്നെ ഈ പറയുന്ന ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ നേരെ ഇവിടെ വരും, നേരെ ബ്ലഡിലേക്ക് വരും കേട്ടോ. ബ്ലഡിലേക്ക് വന്നതിന് ശേഷം ഇവൻ 2 കാര്യങ്ങളാണ് ഇവൻ ചെയ്യുക. ഒന്ന്, അധികമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കരളിൽ കൊണ്ടുപോയി സംഭരിച്ചു വെച്ചിരുന്ന ആ ഒരു ഗ്ലൈക്കോജൻ എല്ലാം തിരികെ എന്താക്കി മാറ്റും? തിരികെ ഈ പറയുന്ന തിരികെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഇവിടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ കയ്യിലൊക്കെ ധാരാളം പേശികളുണ്ടല്ലോ അല്ലേ, ധാരാളം പേശികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ പേശികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പലതരം പ്രോട്ടീൻ തന്തുക്കൾ കൊണ്ടാണ്. ആക്റ്റിൻ, മയോസിൻ തുടങ്ങിയ പലതരം പ്രോട്ടീൻ തന്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ഈ പ്രോട്ടീനുകളെ നിർമ്മിച്ചിരിക്കുന്നത് അമിനോ ആസിഡുകൾ കൊണ്ടാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇതിനെ ഈ ഒരു മാലയെ നിങ്ങൾ പ്രോട്ടീനായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ മാലയിലെ ഓരോ മുത്തുകളെ നിങ്ങൾക്ക് അമിനോ ആസിഡുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുക? ഈ അമിനോ ആസിഡുകളെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റും? അമിനോ ആസിഡുകളെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ 2 പ്രവർത്തനങ്ങളിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കൂട്ടുന്ന ഹോർമോണാണ് ഏത് ഹോർമോൺ? ഗ്ലൂക്കോഗോൺ. അതുകൊണ്ട് നമ്മൾ ഇവനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. പേരെന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് PSC ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുന്ന സമയത്ത് കുറയ്ക്കാൻ പറ്റുന്ന ഇൻസുലിൻ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നു, 2 കരളിൽ ഗ്ലൈക്കോജനായി സംഭരിക്കുന്നു. കുറയുന്ന സമയത്ത് കൂട്ടാനായിട്ട് വരുന്ന ആൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോഗോണാണ്. കരളിലെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു, 2 പേശികളിൽ അമിനോ ആസിഡുകളെ വിഘടിപ്പിച്ച് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കിയിടാം മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്: ന്യൂക്ലിയോടൈഡുകൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? നോക്കാം. ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ബേസ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഓപ്ഷൻ ഫാറ്റി ആസിഡ്, ഒരു ബേസ് ഗ്രൂപ്പ്, ഒരു പെൻറ്റോസ് ഷുഗർ. 3, ഒരു ഹെക്സോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു അമിനോ ആസിഡ്. 4 നോക്കിയടാ, ഇതിലേതാണ് ശരി ഉത്തരം? മക്കളെ, ഇതിനകത്ത് ശരി ഉത്തരം എന്ന് പറയുന്നത് ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഒരു നൈട്രജൻ ബേസ് അല്ലെങ്കിൽ ഒരു ബേസ് ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് അതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി കാര്യങ്ങൾ പഠിച്ചാലോ. നോക്കാം. എടാ, ആദ്യം തന്നെ എന്താണ് ന്യൂക്ലിയോടൈഡ്? എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമുക്കറിയാം, ജീവികളിൽ 2 തരം ജനിതക വസ്തുക്കളാണ് കാണപ്പെടുന്നത്. ഒന്ന് DNA, 2 RNA. അപ്പോൾ ഈ പറയുന്ന DNA ആണെങ്കിലും RNA ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകളെ നമുക്ക് വിളിക്കാം ന്യൂക്ലിയോടൈഡുകൾ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇടത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു DNA ചിത്രമുണ്ട്. കണ്ടോ? ഒരു DNA ചിത്രമുണ്ട്. വലത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അതിനെ മറ്റു രീതിയിൽ വരച്ചിരിക്കുന്ന ചിത്രവും കാണാൻ പറ്റും. കണ്ടോ? ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ ഈ വലതുവശത്തുള്ള ഈ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയടാ, കണ്ടോ? ഈ ഒരു സ്ട്രക്ചർ കണ്ടോ? ഈ ഒരു 3 സ്ട്രക്ചർ, ഈ ഒരു പച്ചയും നീലയും മഞ്ഞയുള്ള ഈ സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ഈ പറയുന്ന DNA നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. എന്നാ വിളിക്കുക? ന്യൂക്ലിയോടൈഡ് കേട്ടോ. അപ്പോൾ DNA ആണെങ്കിലും RNA ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അത് ന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു ന്യൂക്ലിയോടൈഡ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടോ? ഈ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ താഴേക്ക് വരാം. ഈ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയടാ, ഒന്ന് 5 കാർബണുള്ള ഒരു ഷുഗർ ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5 കണ്ടോ? 5 കാർബണുള്ള ഒരു ഷുഗറുണ്ട്. ഇതിനെ നമുക്ക് പെൻറ്റോസ് ഷുഗർ എന്ന് വിളിക്കാം കേട്ടോ. പെൻറ്റോസ് ഷുഗർ കണ്ടോ? നമ്മുടെ ഓപ്ഷനിൽ പെൻറ്റോസ് ഷുഗർ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഷുഗർ. ഓക്കെ, 5 കാർബൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെൻറ്റോസ് ഷുഗർ നമ്മൾ വിളിച്ചത്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന എന്താണ് മറ്റൊരു പേരാണത് ഡീഓക്സി റൈബോസ് പഞ്ചസാര കേട്ടോ. ഡീഓക്സി റൈബോസ് പഞ്ചസാര. അതുപോലെ തന്നെ അതിൽ എന്താണ് ഒരു കാർബണിൻ്റെ ഒരു അറ്റഭാഗത്തായിട്ട് ഒരു അഗ്രഭാഗത്തായിട്ട് നമുക്ക് ഒരു നൈട്രജൻ ബേസ് എന്തിരിക്കുന്നു ഘടിപ്പിച്ചിരിക്കുന്നുള്ള. ഏതാണ്? ഒരു നൈട്രജൻ ബേസ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ആ നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തങ്ങൾ കേട്ടോ. നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണത് നൈട്രജൻ ബേസുകൾ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയിടാം,
ഈ ഇപ്പുറത്തായിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ആരുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു പെൻറ്റോസ് ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, അതുപോലെ തന്നെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇവർ 3 പേരാണ് ഉൾക്കൊള്ളിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. DNA നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജനിതക വസ്തു എന്ന് പറയുന്നത് DNA ആണല്ലേ. അപ്പോൾ ഈ പറഞ്ഞ DNA എടുത്തു കഴിഞ്ഞാൽ DNAയിൽ 5 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? അവരുടെ പേരുകൾ താണ്ട് ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, മക്കളെ ഇതിൽ RNA എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ RNA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ RNAയിൽ ഈ തൈമിൻ എന്ന് പറയുന്ന ഈ നൈട്രജൻ ബേസിന് പകരം കാണപ്പെടുന്നത് യുറാസിൽ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആയിരിക്കും. എന്താണ് പേര്? യുറാസിൽ കേട്ടോ. യുറാസിൽ ആയിരിക്കും കാണുക. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് തിരിച്ചു വരാം. നോക്കിയേ, ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇവിടുന്ന് പറയാനുണ്ട്. ശ്രദ്ധിക്കേ, ദേ ഇതാണ് ഒരു DNA അല്ലേ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു DNA. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ DNA നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. DNAയുടെ ആകൃതി എന്താണ്? ചുറ്റുഗോവണിയുടെ ആകൃതിയാണ് അല്ലേ. DNAയുടെ ആകൃതി എന്താണ്? ചുറ്റുഗോവണിയുടെ ആകൃതിയിലുള്ളതാണ് എന്ത്? DNA. ഓക്കെ, ഈ ചുറ്റുഗോവണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ഇഴകൾ കാണാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഇഴകളുണ്ട് അല്ലേടാ മക്കളെ. ഈ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത്, ഈ DNA-യുടെ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം എന്താണ്? യെസ്, നമ്മുടെ ഈ പറയുന്ന പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കേട്ടോ. പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഇഴകൾ ഉണ്ടാകുന്നത് കണ്ടോ. ഈ ഇഴകൾ അവർ രണ്ടുപേരുമാണ് കാണുന്നത്. ഇനി ഇതിനിടയ്ക്കുള്ള ഈ പടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് നോക്കിയാൽ ഇടയ്ക്കുള്ള ഈ പടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പടികൾ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പടികളിൽ കാണുന്ന ആരാ? പടികളിൽ കാണുന്നത് യെസ് നൈട്രജൻ ബേസുകളാണ് അല്ലേ. അപ്പോൾ പടികൾ നൈട്രജൻ ബേസുകൾ ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അന്ന് മറന്നു അല്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയാണ് ഉള്ളത്? വേഗം പറഞ്ഞു. 1 നൈട്രജൻ ബേസ്, 2 ആരാണ്? പെൻറ്റോസ് ഷുഗർ, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. മക്കളെ, ഈ 3 പേരിൽ നിന്നും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പേരെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. അപ്പോൾ ന്യൂക്ലിയോസൈഡിൽ ആരൊക്കെയാണ് ഉള്ളത്? 1 നൈട്രജൻ ബേസും അതുപോലെ തന്നെ എന്താണ്? പെൻറ്റോസ് ഷുഗറും മാത്രം ഉള്ളതാണ് എന്ത്? ന്യൂക്ലിയോസൈഡ് കേട്ടോ. നൈട്രജൻ ബേസ് പ്ലസ് പെൻറ്റോസ് ഷുഗർ, 2 പേരെയും ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസൈഡ് എന്ന് നമ്മൾ വിളിക്കും. ന്യൂക്ലിയോസൈഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? നോക്കാം. യെസ്, ഇതാണ് അടുത്ത ചോദ്യം. ഹൃദയത്തിൻ്റെ ഏത് അറയിൽ നിന്നുമാണ് മഹാധമനി ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, നല്ല ചോദ്യമാണ്. എന്താണ്? വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണ്? ഹൃദയത്തിൻ്റെ ഏത് അറയിൽ നിന്നുമാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട ഉത്ഭവിക്കുന്നത്? യെസ്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. അത് ഇടത് വെൻട്രിക്കിളാണ് കേട്ടോ. ഇടത് വെൻട്രിക്കിളിൽ നിന്നുമാണ് ആര് ഉത്ഭവിക്കുക? മഹാധമനി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ അവിടുത്തെ കാര്യങ്ങൾ. യെസ്, ദെൻ ഇവിടെ നമുക്ക് സർക്കുലേഷൻ്റെ മുഴുവൻ ചിത്രവും ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രക്തപരിചയ വ്യവസ്ഥ വളരെ PSC പരീക്ഷകൾ ഇപ്പോൾ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റനുബന്ധ വസ്തുതകൾ കൂടി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പഠിക്കാനായിട്ട് ഹൃദയത്തിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് ഇമേജ് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുവാണ്. ഓക്കെ, അപ്പം ഹൃദയത്തിന് മുകളിലായിട്ട് നമ്മൾ 2 അറ വരച്ചു, താഴെയായിട്ട് നമ്മൾ 2 അറ വരച്ചു കണ്ടോ. യെസ്, അപ്പോൾ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളുണ്ട് കേട്ടോ. ഇതിൽ മുകൾ ഭാഗത്തെ അറകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏട്രിയം. എന്താ വിളിക്കുക? ഏട്രിയം. ഓക്കെ,
അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഓറിക്കിൾ. ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഹൃദയത്തിൽ താഴ്ഭാഗത്തുള്ള അറകളെ നമുക്ക് വിളിക്കാം വെൻട്രിക്കിൾ. എന്ന് വിളിക്കാം വെൻട്രിക്കിൾ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, വെൻട്രിക്കിൾ. അപ്പോൾ എത്ര ഏട്രിയം ഉണ്ട്? 2 ഏട്രിയം ഉണ്ട്, 2 വെൻട്രിക്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ പറയുന്ന മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇടതും വലതും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ നിങ്ങളുടെ വലത് ഭാഗം എന്ന് പറയുന്നത് ആ ചിത്രത്തിൻ്റെ ഇടതായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടയാളപ്പെടുത്താൻ കേട്ടോ. ഇടതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഇടത് ഭാഗത്തിനെ നിങ്ങൾ ആ ചിത്രത്തിൻ്റെ വലതായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കണക്കാക്കാൻ. ഓക്കെ, മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അറയാടാ? ഇത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അറ ഏതാണ്? ഇത് ഏത് ഏട്രിയമാണ്? ഇത് ഇടത് ഏട്രിയം അല്ലേ? യെസ്. അപ്പോൾ ഇത് ഇടത് ഏട്രിയം. ഇത് ഞാൻ ലെഫ്റ്റ് ഏട്രിയം എന്ന് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇത് ഏത് ഏട്രിയം? ഇത് വലത് ഏട്രിയം. ഓക്കെ, അടുത്തതാ ഇത് ഏത് വെൻട്രിക്കിളാണ്? ഇതാ ഇടത വെൻട്രിക്കിളാണ്. കണ്ടോ? ഇത് ഏത് വെൻട്രിക്കിളാണ്? ഇത് വലത് വെൻട്രിക്കിളാണ്. മനസ്സിലായല്ലോ? 4 അറകളെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി ഈ അറകൾക്കിടയിലായിട്ട് നമുക്ക് വാൽവുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഈ ഇടത് അറകൾക്കിടയിലായിട്ട് നിങ്ങൾക്ക് 2 ദളങ്ങളുള്ള ഒരു വാൽവിനെ നിങ്ങൾക്ക് കണ്ട് ഇവിടെയായിട്ട് കാണാൻ. കണ്ടോ? ദളത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് കസ്പ് എന്നാണ്. 2നെ നമുക്ക് ബൈ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഈ വാൽവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈകസ്പിഡ് വാൽവ് കേട്ടോ. ബൈകസ്പിഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? മൈട്രൽ വാൽവ് കേട്ടോ. ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മൈട്രൽ വാൽവ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹൃദയത്തിൻ്റെ വലതറകൾക്കിടയിൽ നിങ്ങൾക്ക് വാൽവ് കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? ഇവിടെ എത്ര ദളമുണ്ട്? 3 ദളമുണ്ട് അല്ലേ? അപ്പോൾ 2 ദളം ഉള്ളവനെ നമ്മൾ ബൈകസ്പിഡ് എന്നാണ് വിളിച്ചതെങ്കിൽ 3 ദളം ഉള്ളവനെ നമുക്ക് എന്ത് വിളിക്കാടാ? നമുക്ക് ട്രൈകസ്പിഡ് എന്ന് വിളിക്കാം അല്ലേ? ട്രൈകസ്പിഡ്. ഓക്കെ, നമുക്ക് ട്രൈകസ്പിഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാൽവുകൾ ക്ലിയർ ആകുന്നത്. എന്താണ് വാൽവുകളുടെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ തിരികെ ഒഴുക്ക് തടയുക എന്നുള്ളതാണ്. അതായത് ഏട്രിയങ്ങളിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് എത്തിയ രക്തം എന്ത് ചെയ്യരുത്? തിരിച്ച് പോവാതെ തടയുക എന്നുള്ളതാണ് ഈ 2 വാൽവുകളുടെയും ധർമ്മം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഹൃദയത്തിൻ്റെ ഇടത് അറകളിലൂടെ എപ്പോഴും ഒഴുകുന്ന രക്തം എന്ന് പറയുന്നത് അത് ശുദ്ധരക്തമാണ്. എന്ത് രക്തമാണ്? ശുദ്ധരക്തമാണ് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഇടത് അറകളിലൂടെ എപ്പോഴും ഒഴുകുന്ന രക്തം എന്ത് രക്തം? ശുദ്ധരക്തമാണ്. ശുദ്ധരക്തത്തിന് നമ്മൾ ഇനി അങ്ങോട്ട് വരയ്ക്കുന്നത് ചുവന്ന ഡോട്ടുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ശുദ്ധരക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ധാരാളമുള്ള എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞ രക്തമാണ് എന്ത് രക്തം? ശുദ്ധരക്തം. ഓക്കെ, ഇടത് അറകളിലൂടെ എപ്പോഴും ശുദ്ധരക്തം ഒഴുകുന്നു. ഇനി ഹൃദയത്തിൻ്റെ വലത് അറകളിലൂടെ ഒഴുകുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് രക്തമാണ്? അത് അശുദ്ധ രക്തമാണ് കേട്ടോ. എന്ത് രക്തമാണ്? അത് അശുദ്ധ രക്തമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അശുദ്ധ രക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാടുള്ള എന്നാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമാണ് എന്ത് രക്തം? അത് അശുദ്ധ രക്തം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, അറകളും ഒഴുകുന്ന രക്തവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രക്തക്കുഴലുകളെ കൂടി നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം. 3 തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് രക്തക്കുഴലാണ് സിരകൾ കേട്ടോ. പേരെന്താണ്? സിരകൾ. രക്തക്കുഴലാണ് സിരകൾ. സിരകളെ ഞാൻ ഇനി അങ്ങോട്ട് നീല കുഴലുകളായിട്ടായിരിക്കും വരിക കേട്ടോ. എന്തൊക്കെയാണ് സിരകളുടെ പ്രത്യേകതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ആര്? സിരകൾ. ഓക്കെ, ഈ സിരകൾ എപ്പോഴും വഹിക്കുന്ന രക്തം എന്ത് രക്തമായിരിക്കും അറിയാമോ? അത് അശുദ്ധരക്തമായിരിക്കും കേട്ടോ. അപ്പോൾ 2 പോയിന്റുകളാണ് സിരകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഒന്ന്, ഹൃദയത്തിലേക്ക് എപ്പോഴും രക്തത്തെ കൊണ്ടുവരുന്ന 2 എപ്പോഴും വഹിക്കുന്ന രക്തം അത് അശുദ്ധ രക്തം. ഓക്കെ, ഇനി രണ്ടാമത്തെ രക്തക്കുഴലുകളാണ് ധമനികൾ. ആരാണ്? ധമനികൾ. ഓക്കെ, ധമനികൾ. എന്തൊക്കെയാണ് ധമനികളുടെ പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് ആര്? ധമനികൾ. ധമനികൾ എപ്പോഴും വഹിക്കുന്ന രക്തം എന്ത് രക്തമായിരിക്കും? അത് ശുദ്ധരക്തവുമായിരിക്കും കേട്ടോ. ധമനികളെ നമ്മൾ ഇനി അങ്ങോട്ട് വരയ്ക്കുന്നത് ഈ പറയുന്ന ചുവന്ന കുഴലുകളായിട്ടായിരിക്കും. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന വളരെ ചെറിയ രക്തക്കുഴലുകളാണ് രക്തലോമികൾ. എന്താണ് പ്രത്യേകത? വളരെ ചെറിയ രക്തക്കുഴലുകളാണിവ. ഓക്കെ, ലോമികയുടെ സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിക്കുക. നമുക്ക് നേരിട്ട് കാണുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്, കാര്യം അത്രമാത്രം ചെറുതാണ് ഇവന്മാർ. ഇവന്മാർ എവിടെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ലോമികകൾ എവിടെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ അവയവങ്ങൾക്കുള്ളിലാണ് കാണുക കേട്ടോ. അതായത് ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ധമനികൾ കുറേ ദൂരേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞു ധമനികളായിട്ട് മാറി അവയവത്തിനകത്തേക്ക് കയറുമ്പോൾ ഇവന്മാർ ലോമികകളായിട്ട് മാറും. ഇത് അവയവത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ലോമികൾ സിരകളായിട്ട് മാറും. ഇതാണ് പരിപാടി. നമ്മൾ കുറച്ച് മുമ്പ് വരച്ച് കാണിക്കും കേട്ടോ.
അപ്പോൾ ഈ ലോമികയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ലോമികയുടെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റ നിര കോശങ്ങൾ കൊണ്ടാണ്. ഉണ്ടാവും. അപ്പോൾ ഈ മുട്ട പപ്സ് പോലെ നിങ്ങൾ കാണുന്ന സാധനങ്ങളെല്ലാം എന്താണ്? ഇതൊക്കെ എന്താണ്? ധമനി, ഈ പറയുന്ന ലോമികയുടെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒറ്റ നിര കോശങ്ങളാണ്. അപ്പോൾ ലോമികയുടെ പ്രത്യേകത ഒന്ന്, ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമായ ഭിത്തി. രണ്ട്, ഈ ഭിത്തികൾക്കിടയിൽ നിങ്ങൾ കണ്ടോ വിടവുകൾ കണ്ടോടാ? ഇത്തരത്തിലുള്ള വിടവുകൾ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ഈ വിടവുകളിലൂടെ പോഷകഘടകങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോമികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. പോഷകഘടകങ്ങൾക്ക് അതുപോലെ തന്നെ മാലിന്യം കഴിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നേരെ വലിയ ചിത്രത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഏതെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാവൂ? ബാക്കി കാണാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം. ഓക്കേടാ, ഇത് ഞാൻ തന്നെ വരച്ച പടം കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവൊക്കെ കാണും. യെസ്, ഓക്കെ. ഇവിടെ നമ്മൾ എല്ലാ അറകളിലൂടെയും എല്ലാ രക്തക്കുഴലുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇടത് വെൻട്രിക്കിളിൽ നിന്നും ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തുന്ന ഈ ശുദ്ധരക്തത്തെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങൾക്കും കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് മഹാധമനി. കണ്ടോ? അപ്പോൾ ഈ രക്തക്കുഴലാണ് ഇത് മഹാധമനി. അപ്പോൾ മഹാധമനി എന്നുള്ള ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. എന്താണ് മഹാധമനി എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്? ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശുദ്ധരക്തത്തിനെയും ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും കൊടുക്കുവാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തധമനിയാണ് മഹാധമനി. മഹാധമനി എന്ന് PSC മറ്റ് 2 ചോദ്യങ്ങൾ കൂടി നിങ്ങളോട് ചോദിക്കും. അതിലൊന്നെന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏത് എന്നുള്ളതാണ്. 2, ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയും ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലും ആര് തന്നെ? മഹാധമനി തന്നെ. ഈ 3 ചോദ്യങ്ങളാണ് മഹാധമനിയിൽ നിന്നുള്ളത്. നോക്കി, ഇനി ഈ മഹാധമനി നോക്കിയിടാ, ഇങ്ങനെ രക്തവുമായിട്ട് പോയി നോക്കി, ഇങ്ങനെ മഹാധമനി കുഞ്ഞു ശാഖകളായിട്ട് മാറി. അതെല്ലാം ഓരോരോ അവയവങ്ങളിലേക്ക് പോകട്ടോ. ഈ ശാഖകളെല്ലാം തന്നെ കണ്ടോ, ഒരു ശാഖ നേരെ ഈ പറയുന്ന ഹൃദയത്തിന് മുകളിലേക്കുള്ള അവയവങ്ങൾക്ക് രക്തം കൊടുക്കുവാനായിട്ടാണ് ഈ ഒരു ശാഖ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഇങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു അവയവത്തിനടുത്തേക്ക് എത്തുമ്പോൾ യവന്മാർ വളരെ ചെറിയ കുഞ്ഞു ധമനികളായിട്ട് മാറി. ശേഷം ഈ അവയവത്തിനകത്തേക്ക് പ്രവേശിച്ച സമയത്ത് യവന്മാർ കണ്ടോ, ഈ ധമനികൾ എന്തായിട്ട് മാറി? ലോമികകളായിട്ട് മാറി. എന്തായിട്ട് മാറി? ലോമികകളായിട്ട് മാറി. ഓക്കെ, ഇനി ഈ ലോമികളായിട്ട് മാറിയതിന് ശേഷം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടേക്ക് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന ഈ ലോമികകളുടെ ഭിത്തിയിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഈ ലോമികയുടെ ഇതാണ് ലോമിക. ഈ ലോമികയുടെ ഭിത്തിയിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ കുറേ സാധനങ്ങൾ കോശത്തിലേക്ക് ലയിക്കുന്നതായിട്ടും അവയവത്തിലെ കോശങ്ങളിൽ നിന്നും കുറേ സാധനങ്ങൾ തിരികെ ലോമികയിലെ രക്തത്തിലേക്ക് ലയിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇതിൽ ഈ പറയുന്ന അവയവത്തിലെ കോശങ്ങളിലേക്ക് ലയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയേണ്ട ആൾക്കാരാണ്. ഒന്നെന്ന് പറയുന്നത് അത് ഓക്സിജനാണ്. ആരാണ്? അത് ഓക്സിജനാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അങ്ങനെ ലയിക്കുന്ന ആളാണ് ഗ്ലൂക്കോസ്. ആരാണ്? ഗ്ലൂക്കോസ്. ആണോ? അപ്പൊ ലോമികയിലെ രക്തത്തിൽ നിന്നും ഓക്സിജനും ഗ്ലൂക്കോസും നേരെ എങ്ങോട്ടേക്ക് ലയിക്കുന്നു? നേരെ ഈ പറയുന്ന കോശങ്ങളിലേക്ക് ലയിക്കുന്നു. കോശങ്ങളിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് അവിടെ കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാകും. അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാലിന്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഒന്നാരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. രണ്ടെന്ന് പറയുന്നത് പലതരത്തിലുള്ള നൈട്രജൻ മാലിന്യങ്ങളാണ്. കണ്ടോ? അപ്പോൾ ആ വേസ്റ്റിനെല്ലാം കൂടെ ഈ പറയുന്ന ഈ അവയവത്തിലെ കോശങ്ങൾ തിരികെ എന്ത് ചെയ്യുന്നു? ഈ ലോമികയിലെ രക്തത്തിലേക്ക് തന്നെ തിരികെ ഇടും. ഇപ്പോൾ നിലവിൽ ലോമികയ്ക്കുള്ളിൽ രക്തത്തിൻ്റെ അവസ്ഥ എന്താ? ഓക്സിജനും ഗ്ലൂക്കോസും എല്ലാം പോയി. എന്നിട്ട് ഇപ്പോൾ ഉള്ളത് ആരാണ്? ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡും കുറേ നൈട്രജൻ മാലിന്യങ്ങളുമാണ്. അതായത് രക്തം എന്ത് ചെയ്യപ്പെട്ടു? ശുദ്ധരക്തമാക്കപ്പെട്ടില്ലേ? അല്ലേ? ഓക്സിജൻ പോയി കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു അല്ലേ? ഇപ്പം നിലവിൽ രക്തം അശുദ്ധ രക്തമായി. എടാ, ഇനി ഈ അശുദ്ധ രക്തവുമായിട്ട് ഈ അവയവത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ലോമികൾ എന്തായിട്ട് മാറുന്നു? കണ്ടോ? ഈ ലോമികൾ എന്തായിട്ട് മാറുന്നു? കുഞ്ഞു സിരകളായിട്ട് മാറുന്നു. ഓക്കെ, ഈ സിരകൾ അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് നേരത്തെ പല അവയവങ്ങളിലേക്ക് ധമനികൾ ഇങ്ങനെ രക്തത്തെ കൊടുക്കാനായിട്ട് പോയില്ലേ, ആ അവയവങ്ങളിലും ഇതേ പ്രവർത്തനം നടന്നിട്ട് അവിടെ നിന്നും അശുദ്ധ രക്തത്തിനെയും കൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോരോ സിരകൾ വന്ന് ഈ സിരയുമായിട്ട് കൂടിച്ചേരും. കണ്ടോ? ഇങ്ങനെ കൂടിച്ചേർന്ന് ഈ സിര കണ്ടോ വലിയൊരു സിരയായിട്ട് മാറും. ഇത്തരത്തിൽ ഹൃദയത്തിന് താഴെയുള്ള എല്ലാ അവയവങ്ങളിൽ നിന്നും അശുദ്ധ രക്തവുമായിട്ട്
ഹൃദയത്തിലേക്ക് വരുന്ന ഈ സിരയെ നമുക്ക് വിളിക്കാം അധോ മഹാസിര. എന്താണ് പേര്? അധോ മഹാസിര. കണ്ടോ? അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ്, PSC ഇപ്പോൾ ഈ ഇംഗ്ലീഷൊക്കെ ഇംഗ്ലീഷിൽ എഴുതി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പേരൂടെ പഠിച്ചു വെച്ചോ. ഇൻഫീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ കേട്ടോ. അപ്പോൾ ഹൃദയത്തിന് താഴെയുള്ള എല്ലാ അവയവങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തിനെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ. മനസ്സിലായോടാ? ഇനി ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയാവോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയാണ് ഇത് സിര, ഈ ഇൻഫീരിയർ വീനക്കാവ അല്ലെങ്കിൽ അധോ മഹാസിര എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കി, അങ്ങനെ അവന്തി രക്തവുമായിട്ട് അവന്തി ആ വഴിക്ക് പോകുന്നുണ്ട് കണ്ടോ. അവന്തി ഹൃദയത്തിലേക്ക് പോകുന്നുണ്ട്. അതേസമയം തന്നെ നോക്കി, മഹാധമനി തുടങ്ങിയപ്പോൾ തന്നെ ഹൃദയത്തിന് മുകളിലുള്ള അവയവങ്ങൾക്ക് രക്തം കൊടുക്കാനായിട്ട് ഒരു ശാഖ തന്റെ മേലേക്ക് പോയില്ലായിരുന്നോ? കണ്ടോ? അപ്പൊ അവൻ ഈ പറയുന്ന കണ്ണ്, തലച്ചോറ്, ചെവി, മൂക്ക് ഇതിനൊക്കെ രക്തം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയും ഇതുപോലെ എന്ത് ചെയ്യും പ്രവർത്തനങ്ങളൊക്കെ നടന്നതിന് ശേഷം അവിടെ നിന്നും അശുദ്ധ രക്തത്തിനെ വിളിച്ചുകൊണ്ട് താണ്ട കണ്ടോ ഒരു സിര താണ്ട് ഇങ്ങനെ വരും കണ്ടോ. ഇത്തരത്തിൽ ഹൃദയത്തിന് മുകളിലുള്ള അവയവങ്ങളിൽ നിന്നും അശുദ്ധ രക്തവുമായിട്ട് ഹൃദയത്തിലേക്ക് വരുന്ന ഈ സിരയെ നമുക്ക് വിളിക്കാം ഊർധ്വ മഹാസിര. പേരെന്താടാ? ഊർധ്വ മഹാസിര കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് സുപ്പീരിയർ വീനക്കാവ കേട്ടോ. സുപ്പീരിയർ വീനക്കാവ. ഓക്കെ, അതിൽ നിന്ന് പ്രത്യേകിച്ച് അവരുടെ ചോദ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? രണ്ട് സിരകളും കൂടി ഈ അശുദ്ധ രക്തത്തെ എവിടേക്ക് കൊണ്ടുവന്നു? ഈ വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇനി നമുക്ക് ഈ രക്തത്തെ ശുദ്ധീകരിക്കണം അല്ലേ? രക്തത്തിനെ ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അതായത് ഓക്സിജൻ എടുത്ത് പുറത്ത് കളഞ്ഞതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ്, അശുദ്ധ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം അതിലേക്ക് എന്ത് ലയിപ്പിക്കണം? ഓക്സിജൻ ലയിപ്പിക്കണം. ഈ ജോലി ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാ? അത് ശ്വാസകോശങ്ങളല്ലേ. അപ്പൊ നമുക്കിനി പോകേണ്ട എങ്ങോട്ടേക്കാണ്? ശ്വാസകോശങ്ങളിലേക്കാണല്ലേ. അപ്പൊ നോക്കിയിടാ, അടുത്തതായിട്ടാ നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്നും ഒരു രക്തക്കുഴൽ നേരെ ശ്വാസകോശങ്ങളിലേക്ക് പോകണം കേട്ടോ. യെസ്. അപ്പോൾ ശ്വാസകോശങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന് പുറത്തേക്കാണ് അല്ലേ. ഹൃദയത്തിന് പുറത്തേക്ക് എപ്പോഴും രക്തത്തെ കൊണ്ടുപോകുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്? ധമനികളെന്നല്ലേ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരയ്ക്കേണ്ടത് ആരെ തന്നെയാണ്? ധമനിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആര് വരച്ചേക്കുന്നു? ധമനിയെ വരച്ചേക്കുന്നു കേട്ടോ. ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ധമനിയെ നമുക്ക് വിളിക്കാം ശ്വാസകോശ ധമനി. എന്ത് വിളിക്കാടാ? ശ്വാസകോശ ധമനി എന്ന് വിളിക്കാം. ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. ഇംഗ്ലീഷിൽ നമ്മൾ ഇവനെ വിളിക്കുന്ന പേര് പൾമണറി ധമനി എന്നാണ് കേട്ടോ. ഓക്കേടാ, പൾമണറി ധമനി. മക്കൾ ഇതിൽ നിന്ന് PSC ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ കണ്ടോ ഈ പൾമണറി ധമനി പക്ഷേ കൊണ്ടുപോയ രക്തം എന്ത് രക്തമാണ്? അശുദ്ധ രക്തമല്ലേ? അശുദ്ധ രക്തമല്ലേ പൾമണറി രക്തം കൊണ്ടുപോയത് അല്ലേ? നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു ധമനികൾ എപ്പോഴും വഹിക്കുന്ന രക്തം എന്ത് രക്തമായിരിക്കും? ശുദ്ധരക്തമായിരിക്കും. പക്ഷേ പൾമണറി ധമനിയെ സംബന്ധിച്ചോ അവനിപ്പോൾ കൊണ്ടുപോയി എന്ത് രക്തമാണ്? അശുദ്ധ രക്തമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ PSC അവിടെ നിന്ന് ഈ ചോദ്യം ചോദിക്കും, അശുദ്ധ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഒരു ധമനി ഏത് എന്ന് ചോദിക്കും. അതും നിങ്ങൾ മറന്നു വരുത് കേട്ടോ. അശുദ്ധ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഒരു ധമനി ആണ് ഏത് ധമനി? ശ്വാസകോശ ധമനി. ഇങ്ങനെ ശ്വാസകോശ ധമനി എന്ത് ചെയ്യുന്നു? അശുദ്ധ രക്തത്തെ നേരെ ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിശ്വസിക്കും അല്ലേ? ഈ നിശ്വാസവായുവിലൂടെ എന്ത് ചെയ്തുകൂടാ? നോക്കി, ഈ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ എന്ത് ചെയ്തു? വെളിയിൽ പോയി കണ്ടാ. ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മളകത്ത് ഇൻസ്പിറേഷൻ നടത്തും അല്ലേ? നമ്മൾ ശ്വസിക്കും, ഉച്ഛ്വാസം, നമ്മൾ ഉള്ളിലേക്ക് ശ്വാസത്തെ എടുക്കും. അപ്പോൾ ആ ഉച്ഛ്വാസവായുവിലൂടെ നേരെ ഓക്സിജൻ എന്ത് ചെയ്യും? രക്തത്തിലേക്ക് കലരും കേട്ടോ. ഇപ്പോൾ ശ്വാസകോശങ്ങളിൽ വെച്ച് രക്തത്തിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി ഓക്സിജൻ അതിലേക്ക് ലയിക്കപ്പെട്ടു അല്ലേ? നിലവിൽ രക്തം എന്ത് ചെയ്യപ്പെട്ടു? ശുദ്ധീകരിക്കപ്പെട്ടു അല്ലേ? അപ്പോൾ ഇനി ഈ രക്തവുമായിട്ട് അടുത്ത ഒരു രക്തക്കുഴൽ എങ്ങോട്ടേക്ക് വരും? രക്തക്കുഴൽ നേരെ ഹൃദയത്തിലേക്ക് വരും. കണ്ടോടാ, ശ്വാസകോശങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഇടത് ഏട്രിയത്തിലേക്ക് വരുന്ന ഈ രക്തക്കുഴലിനെ നമുക്ക് വിളിക്കാം എന്ത് സിരയെന്ന് വിളിക്കും? പറയൂ. ശ്വാസകോശ സിര അല്ലേ? ശ്വാസകോശത്തിൽ നിന്നും വരുന്ന സിര ആയതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ശ്വാസകോശ സിര എന്ന് നമുക്ക് വിളിക്കാം. ശ്വാസകോശ സിര കേട്ടോ. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? പൾമണറി വെയിൻ കേട്ടോ. പൾമണറി വെയിൻ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ? പക്ഷെ പൾമണറി വെയിൻ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ശ്വാസകോശ സിര കൊണ്ടുവരുന്ന രക്തം എന്ത് രക്തം? ശുദ്ധരക്തം അല്ലേ?
യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്നത് എന്തുവാ? സിരകൾ എപ്പോഴും വഹിക്കുന്ന രക്തം അശുദ്ധ രക്തമാണ്. പക്ഷേ ശ്വാസകോശ സിരയോ എന്ത് രക്തം? ശുദ്ധരക്തം. അതുകൊണ്ട് PSC അതും എന്താണ്? അതൊരു എക്സെപ്ഷണൽ കേസാണ്. PSC അതും ചോദ്യമായിട്ട് ചോദിക്കുക. എന്തായിരിക്കും ചോദ്യം? ശുദ്ധരക്തം വഹിക്കുന്ന ശരീരത്തിലെ ഒരു സിര ഏത് എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും മറന്നു പോകരുത്. അപ്പോൾ മക്കളെ ഇത്രയുമാണ് നമ്മുടെ ഈ പറയുന്ന രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയുണ്ട്, നമുക്കെല്ലാം കൂടെ പറയാനുള്ള സമയമില്ല. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി അവയവങ്ങളിലെല്ലാം പോയി തിരികെ വലത് ഏട്രിയത്തിൽ വന്ന് അവസാനിക്കുന്ന ഈ പര്യനത്തിനെ നമ്മൾ വിളിക്കുന്നു സിസ്റ്റമിക് സർക്കുലേഷൻ. എന്താടാ വിളിക്കുക? സിസ്റ്റമിക് പര്യനം എന്ന് നമുക്ക് വിളിക്കാം. കണ്ടോ എടാ, ഇനി വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ശ്വാസകോശങ്ങളിൽ പോയി തിരികെ ഇടത് ഏട്രിയത്തിൽ വന്ന് അവസാനിച്ചിരിക്കുന്ന ഈ പര്യനത്തിനെ നമുക്ക് വിളിക്കാം പൾമണറി പര്യനം. എന്ത് വിളിക്കാം? പൾമണറി പര്യനം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറന്നു പോരുതേ. അപ്പോൾ പോസ് ചെയ്ത് എന്ത് ചെയ്യാം? കൃത്യമായിട്ടൊക്കെ വരച്ചെടുത്ത് പഠിക്കാം. ഓക്കെ. അപ്പോൾ അത് നമുക്കിവിടെ അടുത്ത ചോദ്യം. എന്താണ് ചോദ്യം? ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏത് എന്നുള്ളതാണ്. വേഗം പറഞ്ഞ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും വലിയ സിര പറയൂ. ഏറ്റവും വലിയ സിര ഇൻഫീരിയർ വീന കാവേ അല്ലേ? ഏറ്റവും വലിയ സിര ഇൻഫീരിയർ വീന കാവേ. ഓക്കേടാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. യെസ്, അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്. പൾമണറി ധമനി വഴി ഹൃദയത്തിൽ നിന്നും പോകുന്ന രക്തത്തിൽ, കണ്ടോ, പൾമണറി ധമനി എന്ന് പറയുമ്പോൾ ശ്വാസകോശത്തിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്ന ധമനി. ആ ധമനിക്കകത്ത് എന്ത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. എങ്ങനെ? ആ രക്തം എന്ത് രക്തമാണ്? അത് ഓർക്ക്. ശ്വാസകോശങ്ങളിലേക്ക് എന്താണ് ആ രക്തത്തെ കൊണ്ടുപോകുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. അത് വഹിക്കുന്ന രക്തം അശുദ്ധ രക്തമല്ലായിരുന്നോ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ? അവിടെ ഓക്സിജൻ കുറവ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ. കണ്ടോ, ഓക്സിജൻ കുറവ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ. ഇതാണ് ഓപ്ഷൻ എ ആണ് ശരി. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം. രണ്ട് ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മക്കളെ, എന്താണ് സിനാപ്സ്? നോക്കി, ഓപ്ഷൻസ് വായിക്കാം. നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. ദെൻ പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. എടാ, ഇതിൽ എന്താണ് ശരി? നോക്കി, ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത് നോക്കി, 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. അത് തെറ്റാണ്. അടുത്തതാ, പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. അത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അതും ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. അത് തെറ്റാണ്. കണ്ടോ, ഇവിടെ ഏതൊക്കെയാണ് ശരി? ഈ പറയുന്ന 2ഉം 3ഉം അല്ലേ? 2ഉം 3ഉമാണ് ശരി. 2, 3 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? അത് ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ശരി ഉത്തരം ഓപ്ഷൻ ബി. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ, എന്താണ് സിനാപ്സ്? നോക്കിയടാ, എന്താണ് സിനാപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നാഡീകോശം മറ്റേതെങ്കിലും ഒരു കോശവുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗത്തുണ്ടാകുന്ന ആ ഒരു വിടവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിനാപ്സ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ ഒരു നാഡീകോശം മറ്റൊരു നാഡീകോശവുമായിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ചേർന്ന് വരാം. കണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റൊരു പേശീകോശവുമായിട്ട് എന്ത് ചെയ്യാൻ വരാം? കണ്ട ചിത്രത്തിൽ നോക്കി, കണ്ടോ? മറ്റൊരു പേശീകോശവുമായിട്ട് ഇങ്ങനെ ചേർന്ന് വരാം. അല്ലെങ്കിൽ മറ്റൊരു ഗ്രന്ഥികോശവുമായിട്ട് എന്ത് ചെയ്യാം? ചേർന്ന് വരാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു നാഡീകോശം മറ്റൊരു നാഡീകോശവുമായോ മറ്റൊരു പേശീകോശവുമായോ മറ്റൊരു ഗ്രന്ഥികോശവുമായോ ഇത്തരത്തിൽ ചേർന്ന് വരുന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? സിനാപ്സ്. മനസ്സിലായോ? അപ്പോൾ സിനാപ്സ് ഉണ്ടാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ന്യൂറോൺ വേണം, ഒരു നാഡീകോശമെങ്കിലും വേണം. കേട്ടോ, നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന ആരാ? 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്ന ഒന്നാണ് അല്ലേ? എന്താണ് നെഫ്രോൺ? നമ്മുടെ ഈ പറയുന്ന വൃക്കകൾക്കകത്തെ സൂക്ഷ്മങ്ങളായ അരിപ്പകളാണ് നെഫ്രോണുകൾ അല്ലേ? മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന സൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. നിങ്ങൾക്ക് ആ ചിത്രമൊക്കെ നമുക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടോ, ഇങ്ങനെ കണ്ടോ, എനിക്കാണ് ഈ പറയുന്ന നമ്മുടെ നെഫ്രോണുകൾ കാണുക. കേട്ടോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് നമുക്ക് വേറെ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സാധനമാണ് നെഫ്രോൺ.
അപ്പോൾ ഇതിലേക്ക് ഈ പറയുന്ന രക്തക്കുഴലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. രക്തക്കുഴലുകളൊക്കെ ലൂപ്പായിട്ടൊക്കെ നെഫ്രോണിനെ ചുറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു എന്നുള്ള ആ ഒരു എന്താണ്, യെസ്, ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു എന്നുള്ളത് എന്താണ്, തെറ്റാണ്. ഓക്കെ. എടാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒരു നാഡീയ പ്രേക്ഷകമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. മക്കൾ, എന്താണ് ഒരു നാഡീയ പ്രേക്ഷകം? ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അസറ്റൈൽ കോളിൻ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ. ഓക്കെ, ഏതൊക്കെയാണ്? അസറ്റൈൽ കോളിൻ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിലൊരു നാഡീയ പ്രേക്ഷകമല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു നാഡീയ പ്രേക്ഷകം എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ശ്രദ്ധിച്ചേ. എടാ, നേരത്തെ എന്താണ് ഒരു സിനാപ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇതാണ് നാഡീകോശവുമായോ പേശികോശവുമായോ ഗ്രന്ഥികോശവുമായോ അല്ലെങ്കിൽ അവയുമായൊക്കെ ചേർന്ന് വരുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് സിനാപ്സ് എന്നുള്ളത്. ഓക്കെ. എടാ, ഇവിടെ അതേ ഒരു നാഡിയുണ്ട്, കണ്ടോ നിങ്ങൾ? ഉണ്ട്. അപ്പോൾ ഈ നാഡിയുടെ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പറയാം, അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാം കേട്ടോ. ഈ നാഡിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നാഡിയുടെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് കാണുന്ന കണ്ടോ ഈ കൈകൾ പോലെയുള്ള ഭാഗത്തെ നമുക്ക് വിളിക്കാം, ഇത് ഡെൻഡ്രൈറ്റ്. പേരെന്താണ്? ഡെൻഡ്രൈറ്റ് കേട്ടോ. ഡെൻഡ്രൈറ്റ്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കും ഡെൻഡ്രോൺ. ഇതാണ് കോശശരീരം. ഇനി ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ. അടുത്തത് ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്സോണൈറ്റ്. കണ്ടോ? ഈ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ ബൾബ് പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. കണ്ടോ? അപ്പോൾ ഇത്രയുമാണ് ഒരു നാഡീകോശത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? എടാ, ഇതിൽ നമുക്കറിയാം നാഡികളിലൂടെ എപ്പോഴും പ്രവഹിക്കപ്പെടുന്നത് വൈദ്യുതാവേഗങ്ങളാണ്. ഓക്കെ, ഇതിൽ വൈദ്യുതാവേഗം പ്രവഹിക്കപ്പെടുന്ന ദിശ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെൻഡ്രൈറ്റ് കണ്ടോ, പിന്നെ ഡെൻഡ്രോൺ, പിന്നെ കോശശരീരം കണ്ടോ, പിന്നെ ആക്സോൺ, പിന്നെ ആക്സോണൈറ്റ്, ഏറ്റവും അവസാനം എവിടെ വരെ എത്തുന്നു? സിനാപ്റ്റിക് നോബ് വരെ എത്തുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഈ നാഡിയുടെ സിനാപ്റ്റിക് നോബിനോട് ചേർന്നാണ് അടുത്ത നാഡിയുടെ എന്ത് വരുന്നത്? ഡെൻഡ്രൈറ്റ് വരുന്നത്. ആ ഡെൻഡ്രൈറ്റിലേക്കാണ് ഈ വൈദ്യുതാവേഗത്തിന് സഞ്ചരിക്കാനുള്ളത്. പക്ഷേ ഇതിനിടയിൽ എന്തുണ്ട്? ഒരു വിടവുണ്ട്. കണ്ടോ? ആ വിടവുള്ളത് കൊണ്ട് തന്നെ ഈ വൈദ്യുതാവേഗത്തിന് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന അവിടെ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നും ചില പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ നേരെ ഈ വിടവിലേക്ക് സ്രവിക്കപ്പെടും. കേട്ടോ? അപ്പോൾ ഇത്തരത്തിൽ ഈ വിടവിലേക്ക് ഈ വിടവിനെ നമുക്ക് സിനാപ്റ്റിക് വിടവെന്നോ അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിടവിലേക്ക് സ്രവിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള രാസവസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളത്. കണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള നാഡീയ പ്രേക്ഷകങ്ങൾ ഇങ്ങോട്ടേക്ക് സ്രവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ നാഡീയ പ്രേക്ഷകം തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത നാഡീകോശത്തിന് ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അടുത്ത വൈദ്യുതാവേഗങ്ങളെ എവിടെ ഉൽപ്പാദിപ്പിക്കും? അടുത്ത നാഡിയുടെ ഡെൻഡ്രൈറ്റിൽ ഉൽപ്പാദിപ്പിക്കും. വീണ്ടും വൈദ്യുതാവേഗം എന്ത് ചെയ്യും? ആദ്യം ഉണ്ടായിരുന്ന നാഡിയിലൂടെ വന്നതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ നാഡിയിലൂടെയും സഞ്ചരിച്ചു പോകണം. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു സിനാപ്റ്റിക വിടവിലായിട്ട് നിറഞ്ഞിരിക്കുന്ന രാസവസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എപ്പോഴും നിറഞ്ഞിരിക്കില്ല, ഈ ആവേഗങ്ങൾ വരുന്ന സമയത്തെ അത് ഫില്ലാവുള്ളൂ കേട്ടോ. അപ്പോൾ രാസവസ്തുക്കളെ നമുക്ക് വിളിക്കാം നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സാമ്പിൾ
ഇതുവരെ നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന നാഡീയ പ്രേഷകങ്ങൾ നമുക്ക് എന്ന് പറയുന്നത് അസറ്റൈൽ കോളിൻ, അതുപോലെ തന്നെ ഡോപ്പാമിൻ, അതുപോലെ തന്നെ GABA, ഇവരെ കുറിച്ച് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടും ബാക്കിയുള്ളത് ഇത്രയും പേരെ കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇവരെ കൂടാതെയുള്ള മറ്റുള്ള നാഡീയ പ്രേഷകങ്ങളാണ്. ഒന്ന് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ, ഇവൻ എമർജൻസി ഹോർമോൺ അല്ലേ? അപ്പം ഞാൻ പറയും, ഇവൻ എമർജൻസി ഹോർമോണുമാണ്, അതേപോലെ തന്നെ എന്തായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച അഥവാ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം ഉൽപ്പാദിപ്പിച്ച രണ്ടാമത്തെ ഹോർമോൺ ആര്? നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ. ചളങ്ങിപ്പോയില്ലോടെ. വരയിടാം നമുക്ക്. ഓക്കെ, അപ്പോൾ നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ, അതും എന്തിന് എക്സാമ്പിളാണ്? ഇതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നോക്കിയിടാ, സെറോട്ടോണിൻ. കേട്ടോ, സെറോട്ടോണിൻ അതും നാഡീയ പ്രേക്ഷകമാണ്. കേട്ടോ, GABA നേരത്തെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലൂട്ടാമേറ്റ, അതുപോലെ ഗ്ലൈസിൻ, സബ്സ്റ്റൻസ് P, അതുപോലെ തന്നെ എൻഡോർഫിൻ. കേട്ടോ മക്കളെ, ഇതിനെല്ലാം ഓരോരോ ഫംഗ്ഷനുണ്ട്. ഇവയെല്ലാം കാണപ്പെടുന്നത് പ്രത്യേക സിനാപ്സുകളിലുമാണ്. കേട്ടോ, അതിലേക്കൊന്നും BSc ഇതുവരെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പോൾ ഇത്രയും പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കേട്ടോ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. കേട്ടോ, മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും സ്പീഡ് കുറയ്ക്കണമെങ്കിലും കുറച്ചുകൂടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിലും കുറച്ചുകൂടെ ചോദ്യങ്ങൾ എണ്ണം കുറയ്ക്കണമെങ്കിലും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഠനം ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിക്കുന്നില്ല. നമുക്ക് കൂടുതൽ നമ്മുടെ നോട്ട്സിനും അതുപോലെ തന്നെ മോക്ക് എക്സാംസിനും കാര്യങ്ങൾക്കുമായിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ഈ പറഞ്ഞ ടെലഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു.